ദൈവത്തിന് സ്തോത്രം. We greet you all once again in the blessed and holy name of the Lord. ധന്യനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളെ വന്ദനം ചെയ്യുന്നു. For our meditation, let us turn to 1 Peter 4th chapter verse 7. 1 പത്രോസ് 4-ാം അധ്യായം 7-ാം വാക്യം നമ്മുടെ ധ്യാനത്തിനായി നമുക്ക് വായിക്കാം. എന്നാൽ എല്ലാറ്റിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു, ആകയാൽ പ്രാർത്ഥനയ്ക്ക് സ്വബോധമുള്ളവരും നിർമ്മതരുമായിരിപ്പിൻ. But the end of all things is at hand. Be therefore sober and watch unto prayer. Praise the Lord. ദൈവത്തിന് സ്തോത്രം. The end of all things are going to come very soon. എല്ലാറ്റിന്റെയും അവസാനം എത്രയും പെട്ടെന്ന് സംഭവിക്കും. Generally, if there is a beginning, there must be an end. ഒരു ആരംഭമുണ്ടെങ്കിൽ അവസാനവും ഉണ്ട്. If you are born in this world, you cannot go on live in this world. There is a time you'll have to pass or you have to die in this world. ഈ ലോകത്തിൽ, ഈ ഭൂമിയിൽ നിങ്ങൾ ജനിച്ചുവെങ്കിൽ ഈ ഭൂമിയിൽ എന്നും തുടരാവതല്ല, ഒരു ദിവസം ഇവിടെ നിന്ന് പോകുകയും വേണം. People have got different views about what will happen after death. മരണാനന്തരം എന്താണ് സംഭവിക്കുന്നതിനെ കുറിച്ച് ജനങ്ങൾക്ക് വിവിധങ്ങളായ ചിന്താഗതികളാണുള്ളത്. Most of them think our life is like a soap bubble. ചിലരെല്ലാം ചിന്തിക്കുന്നത് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു സോപ്പിന്റെ കുമിള പോലെയാണെന്നാണ്. Or like a candlestick, it burns and burns and comes to nothingness. അല്ലെങ്കിൽ ഒരു മെഴുകുതിരി പോലെ കത്തി എരിഞ്ഞ് ഒന്നുമില്ലാതായി തീരുന്നു. Or take a stone and throw into the lake. അല്ലെങ്കിൽ ഒരു കല്ലെടുത്ത് ഒരു തടാകത്തിലേക്ക് എറിഞ്ഞാൽ you will find a small circle is formed. ഒരു ചെറിയ വൃത്തം അവിടെ ഉണ്ടാക്കപ്പെടുന്നു. The circle is getting larger and larger and finally get immersed into the shores. ആ വൃത്തം വലുതായി വലുതായി അവസാനം ആ തീരത്ത് വന്ന് അതില്ലാതെയാകുന്നു. The same way you are born in this world, you take cycles of birth and enter into Brahma and nothingness. അങ്ങനെ നിങ്ങൾ ഈ ഭൂമിയിൽ ജനിച്ച ശേഷം നിങ്ങളുടെ ജീവിതചക്രം ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് ബ്രഹ്മത്തിൽ ലയിച്ച് ഒന്നുമില്ലാതായിത്തീരുന്നു. Scientists have got another view about the world. ശാസ്ത്രജ്ഞന്മാർക്ക് മറ്റൊരു വീക്ഷണമാണുള്ളത്. They say that according to 2 Peter 3rd chapter 7 to 10, 2 പത്രോസ് 3-ാം അധ്യായത്തിന്റെ 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ അനുസരിച്ച് there the word of God say the world will be burnt with extensive heat. അവിടെ ഈ ഭൂമിയെല്ലാം വെന്തഴിയുമെന്നാണ് പറയുന്നത്. They say it can never happen. അവർ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് അങ്ങനെയൊന്നും സംഭാവ്യമല്ല. Because matter was eternal and nothing can what they call destroy the matter. വസ്തു എന്ന് പറയുന്നത് ഒരിക്കലും നശിപ്പിക്കപ്പെടുവാൻ സാധ്യമല്ല എന്നാണ്. So they never believed that the world could come to an end. ഒരിക്കലും ഈ ലോകം അവസാനിക്കയില്ല എന്നാണ് അവർ ചിന്തിക്കുന്നത്. So at the same time there was another Christian group in the whole world. ഈ ലോകത്തിലുള്ള പല ക്രിസ്തീയ വിഭാഗങ്ങളും ചിന്തിക്കുന്നത്, there is one particular Christian group teach, ഒരു പ്രത്യേക ക്രിസ്തീയ വിഭാഗം ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട്, there will be a great destruction and the world will be burned to ashes. ഒരു വലിയ നാശം സംഭവിക്കുകയും ഈ ഭൂമിയെല്ലാം വെന്ത് ചാമ്പലായി തീരുകയും ചെയ്യും. So you find different views about the end. ഇങ്ങനെ അന്ത്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ അവസാനത്തെക്കുറിച്ച് വിവിധ തരത്തിലുള്ള വീക്ഷണഗതികളാണുള്ളത്. But in the year 1945 the scientists have to reverse their opinion. എന്നാൽ 1945 ശാസ്ത്രജ്ഞന്മാർ തങ്ങളുടെ ചിന്താഗതികൾക്ക് വ്യതിയാനം വരുത്തി. When Hiroshima and Nagasaki were bombed and the cities were burnt with intensive heat, ഹിരോഷിമയിലും നാഗസാക്കിയിലും ആറ്റം ബോംബ് വർഷിക്കുകയും അവിടെയുള്ള നഗരങ്ങളെല്ലാം വെന്തഴിയുകയും ചെയ്തപ്പോൾ then they knew matter cannot be eternal, it will be disintegrated. അപ്പോൾ അവർക്ക് മനസ്സിലായി ഈ വസ്തു എന്ന് പറയുന്നത് ഒരിക്കലും നിലനിൽക്കുന്ന നിത്യമായതല്ല, അത് നശിപ്പിക്കാവുന്നതാണ്. And recently they discovered another important factor. സമീപകാലത്ത് അവർ മറ്റൊരു കണ്ടുപിടുത്തം കൂടെ നടത്തി. In 2 Peter 3rd chapter 7 to 10 we read, 2 പത്രോസ് 3-ാം അധ്യായത്തിന്റെ 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു, elements will be melted. അവിടെ മൂലപദാർത്ഥങ്ങൾ കത്തിയെഴിയും. They say that word melted had got different word in the Greek translation.
ഗ്രീക്ക് പദം അവിടെ പ്രയോഗിച്ചിരിക്കുന്നതിന് വേറൊരു അർത്ഥമാണുള്ളതെന്ന് അവർ പറയുന്നു. They said it will, that somebody is taking hold of your hand and he will lose that hold. ആരോ ഒരാൾ നിങ്ങളുടെ കൈ പിടിച്ചിട്ട് ആ പിടുത്തം വിട്ടുപോകുന്നത് പോലെയാണത്. So the moment that person loses the hold on you, a great disaster will happen. അങ്ങനെ ആ കൈയുടെ പിടി വിട്ടുപോകുമ്പോൾ ഒരു വലിയ ഉന്മൂലനാശം സംഭവിക്കും. In Colossians 1st chapter 17th verse we read. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, Read. Colossians. പ്ലീസ് ദയവായി വായിക്കാം. അവൻ സർവ്വത്തിനു മുമ്പേ ഉള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. And he is before all things, and by him all things consist. All things are taken hold by the Lord Jesus Christ. സകലവും കർത്താവായ യേശു ക്രിസ്തുവിലാണ് നിലനിൽക്കുന്നത്. Now see, this is not our opinion, it's the opinion of the scientists. ഇത് ഞങ്ങളുടെ അഭിപ്രായമല്ല, ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായമാണ്. A time cometh when Christ is holding on the whole world, he will lose the hold. ഒരു സമയം വരും, കർത്താവായ യേശു ക്രിസ്തു ഈ സകലത്തെയും താങ്ങി നിർത്തുന്നു, എന്നാൽ ആ താങ്ങിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയ്ക്ക് മാറ്റം വരും. And that time a great clash will happen between elements. ആ സന്ദർഭത്തിൽ മൂലപദാർത്ഥങ്ങൾ തമ്മിൽ വലിയ ഒരു ആഘാതമുണ്ടാകും. And the whole world and will be burnt like that. അപ്പോൾ മുഴുവൻ ലോകവും കത്തി നശിക്കും. So now scientists agree that the world cannot be an eternal world. ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാർ സമ്മതിക്കുന്നുണ്ട്, ഈ ലോകം സദാകാലത്തേക്കും നിലനിൽക്കയില്ല. But in Christian view it's a quite different view. എന്നാൽ ക്രിസ്തീയ വീക്ഷണം ഇതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തവുമാണ്. Years back there was a funeral in Batticlo in Ceylon. സിലോണിലുള്ള ബാറ്റിക്കലോവ എന്ന സ്ഥലത്ത് വർഷങ്ങൾക്ക് മുൻപ് ഒരു അടക്കാരാധന നടന്നു. And there was a very important brother who died. അവിടെ വളരെ പ്രധാനിയായ ഒരു സഹോദരൻ മരിച്ചു. He was our believer. അദ്ദേഹം ഞങ്ങളുടെ വിശ്വാസിയായിരുന്നു. Politicians and government officials were there at that funeral. അന്ന് രാഷ്ട്രീയക്കാരും സർക്കാർ ഉദ്യോഗസ്ഥരുമെല്ലാം ആ അടക്കാരാധനയിൽ സംബന്ധിച്ചു. Pastor Freddy spoke only 10 minutes. പാസ്റ്റർ ഫ്രെഡി അന്ന് 10 മിനിറ്റ് മാത്രമേ പ്രസംഗിച്ചുള്ളൂ. He says death is the beginning of a new life. മരണം എന്ന് പറയുന്നത് ഒരു പുതുജീവന്റെ ആരംഭമാണ്. To others death is the end of all their hopes. മറ്റുള്ളവർക്ക് മരണമെന്ന് പറയുന്നത് സകല പ്രത്യാശയുടെയും അന്ത്യമാണ്. But to a Christian death is the beginning of a new life. എന്നാൽ ഒരു ക്രിസ്ത്യാനിക്കോ മരണമെന്ന് പറയുന്നത് ഒരു പുതുജീവിതത്തിന്റെ ആരംഭമാണ്. I asked Pastor Freddy, Pastor, you spoke only 10 minutes. Hundreds of people are waiting. ഞാൻ പാസ്റ്റർ ഫ്രെഡിയോട് അന്ന് ചോദിച്ചു, പാസ്റ്റർ, നിങ്ങൾ 10 മിനിറ്റ് മാത്രമേ സംസാരിച്ചുള്ളല്ലോ, അനേക ജനങ്ങൾ ഇവിടെ തിങ്ങിക്കൂടിയിട്ടുണ്ടല്ലോ. That is sufficient. അത് മതി എന്ന് അദ്ദേഹം പറഞ്ഞു. As we were talking, അങ്ങനെ ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ the president of the Young Men Buddhist Association came. അവിടെയുള്ള ബുദ്ധമതക്കാരുടെ യൗവനക്കാരുടെ അസോസിയേഷന്റെ പ്രസിഡന്റ് വന്നിട്ട് He said, today I listened to the small message. ഇന്ന് ഞാൻ ഈ ചെറിയ പ്രസംഗം കേട്ടു. I understood that there is a beginning after death. ഞാൻ മരണത്തിന് ശേഷം ഒരാരംഭമുണ്ട് എന്നെനിക്ക് മനസ്സിലായി. So Christian view is quite different from other views. മറ്റുള്ളവരുടെ വീക്ഷണഗതിയിൽ നിന്നൊക്കെയും വ്യത്യസ്തമാണ് ക്രിസ്തീയ വീക്ഷണം. It's like taking a seed and sow it into the ground. ഒരു വസ്തു ഒരു വിത്തെടുത്ത് ഭൂമിയിൽ വിതറുന്നത് പോലെയാണത്. It dies but it shoots out the new plant. ആ വിത്ത് ചാകുന്നുവെങ്കിലും ഒരു പുതിയ സസ്യം ഉളവാകുകയാണ്. The only thing, that seed must be free from any type of germ. ആ വിത്തിൽ യാതൊരു വിധത്തിലുള്ളതായ അണുക്കളും ഉണ്ടായിരിക്കരുത് എന്ന് മാത്രം. So for a Christian, if you die in the correct, in the real holy condition, definitely there is a hope of resurrection. ഒരു ക്രിസ്ത്യാനി വിശുദ്ധനായി മരിക്കുന്നുവെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം പ്രത്യാശയ്ക്ക് വകയുണ്ട്. The Church of England gave a new type of teaching on the hellfire like that. ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് നരകത്തെക്കുറിച്ചൊരു പുതിയ അഭിപ്രായം രേഖപ്പെടുത്തുകയുണ്ടായി. They say God is a loving God. He will never punish man in hellfire. ദൈവം സ്നേഹനിധി ആയതുകൊണ്ട് ഒരിക്കലും മനുഷ്യനെ നരകത്തിൽ തള്ളി ശിക്ഷിക്കുകയില്ല. So there cannot be an eternal hellfire forever and ever. അതുകൊണ്ട് നിത്യ നരകം എന്നൊന്നുണ്ടായിരിക്കയില്ല. When the Church of England itself, when they begin to teach this type of doctrine, ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് ഇങ്ങനെ പഠിപ്പിക്കുവാൻ തുടങ്ങിയപ്പോൾ that people lost all fear about the hellfire.
ആ നരകത്തെ സംബന്ധിച്ചതായ ഭയം ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടു. But in gospel according to Mark 9th chapter, മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ verses 43 to 48, 43 മുതൽ 48 വരെയുള്ള വാക്യങ്ങളിൽ Christ spoke about a fire which will never be quenched. ഒരിക്കലും കെടാത്ത തീയെക്കുറിച്ച് കർത്താവായ യേശുക്രിസ്തു പ്രസ്താവിച്ചു. And kindly read Matthew's gospel 25th chapter, the 46th verse. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിന്റെ 45-ാം വാക്യം വായിക്കാം. 46-ാം വാക്യം. ഇവർ നിത്യദണ്ഡനത്തിലേക്കും നീതിമാന്മാർ നിത്യജീവങ്കലേക്കും പോകും. And these shall go away into everlasting punishment, but the righteous into life eternal. So Christ clearly mentioned everlasting punishment. കർത്താവായ യേശുക്രിസ്തു നിത്യദണ്ഡനത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. Of course, government wants that we should not talk about hellfire. നരകത്തെക്കുറിച്ച് പറയരുതെന്നാണ് സർക്കാരുകളുടെയും അഭിപ്രായം. But it is the truth. എന്നാൽ അതൊരു സത്യമാണ്. You need to hear about a punishment that will happen, that you will have to face if you are not obedient to the gospel. സുവിശേഷം അനുസരിക്കുന്നില്ല എങ്കിൽ അനുഭവിക്കേണ്ടി വരുന്നതായ ദണ്ഡനത്തെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. Now the God whom we are worshipping today, നാം ഇന്ന് ആരാധിക്കുന്ന ദൈവം, he is not an ordinary God. താൻ ഒരു സാധാരണ ദൈവമല്ല. According to Isaiah 9th chapter verse 6 we read, യെശയ്യാ പ്രവചനം 9-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ everlasting Father. നിത്യപിതാവെന്നാണ് അദ്ദേഹത്തെ പറയുന്നത്. Not an ordinary one, everlasting Father. സാധാരണ എന്നല്ല, നിത്യപിതാവ്. In Micah 5th chapter verse 2 we read, മീഖാ പ്രവചനം 5-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിലും Micah 5:2, നീയോ ബെത്ലഹേം എഫ്രാത്തേ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതി ആയിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. അവന്റെ ഉത്ഭവം പണ്ടേ ഉള്ളതും പുരാതനമായതും തന്നെ. But thou, Bethlehem Ephrathah, though thou be little among the thousands of Judah, yet out of thee shall he come forth unto me, that is to be a ruler in Israel, whose goings forth have been from of old and from everlasting. from everlasting. Read also Psalms 90 verse 2. 90-ാം സങ്കീർത്തനം 2-ാം വാക്യം കൂടെ വായിക്കാം. നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. Before the mountains were brought forth, or ever thou hadst formed the earth and the world, even from everlasting to everlasting thou art So God. the God whom we are worshipping and about whom we are declaring it today, ഇന്ന് ഞങ്ങൾ നിങ്ങളോട് പ്രസ്താവിക്കുന്നതായ ദൈവം, he is an everlasting God, eternal God. അവൻ അനാദിയായ ദൈവം, ശാശ്വതമായ ദൈവം. Regarding this God, another view is presented. ഈ ദൈവത്തെക്കുറിച്ച് വേറൊരു വീക്ഷണം കൂടെ പറയപ്പെടുന്നു. They say there is a God, but he cannot be a personal God. ദൈവം എന്നുണ്ടെങ്കിലും അത് വ്യക്തിപരമായ ഒരു ദൈവമല്ല, വ്യക്തിത്വമല്ല. He is impersonal God. വ്യക്തിത്വം ഇല്ലാത്ത ഒരു ദൈവം എന്നാണ് പറയുന്നത്. You can find that God in the wood, മരത്തിലും ആ ദൈവത്തെ കാണാം, find it in the stone, കല്ലിലും കാണാം, find it in you also. നിങ്ങളിലും ആ ദൈവത്തെ കാണാം. That means you are that God. അതിന്റെ അർത്ഥം നിങ്ങളാണ് ആ ദൈവം. You cannot define God as a personal one. ദൈവം ഒരു വ്യക്തിത്വമാണെന്ന് എടുത്തു പറയുവാൻ കഴിയുന്നില്ല. And there is another group says this God is a distant God who will never worry or care about your problems. മറ്റൊരു കൂട്ടർ പറയുന്നത് നിങ്ങളുടെ പ്രശ്നങ്ങളെ കുറിച്ചൊന്നും ദൈവത്തിന് അറിഞ്ഞുകൂടാ, ദൈവം ഏതോ വിദൂരതയിലുള്ള ഒരാളാണ്. Whatever problem you have to go through, and he will never care about your life. നിങ്ങൾ നേരിടുന്നതായ ഏത് പ്രശ്നങ്ങളായിരുന്നാലും ദൈവത്തിന് അത് വിഷയമല്ല. So now, not only that, he is a consuming fire, and he will burn you if you go nearer to that God. അത് മാത്രമല്ല, ദൈവം ഒരു നിത്യദഹനമാണ്. അവന്റെ അടുക്കൽ ചെന്നാൽ നിങ്ങളെ ദഹിപ്പിച്ചു കളയും. But Bible gives another real view about God. എന്നാൽ ദൈവത്തെക്കുറിച്ച് വാസ്തവമായ ഒരു വീക്ഷണം വിശുദ്ധ വേദപുസ്തകം നൽകുന്നുണ്ട്. According to Exodus chapter 3 verse 13, പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ this God is a personal God. ഈ ദൈവം ഒരു വ്യക്തിപരമായ ദൈവമാണ്. If he is a person, he must have a character and a power also. ദൈവം ഒരു വ്യക്തിത്വമാണെങ്കിൽ നിശ്ചയമായും
ദൈവത്തിന് സ്വഭാവ ഗുണമുണ്ട്, അതുപോലെ ദൈവത്തിന് ശക്തിയുമുണ്ട്. That's why we read the qualities of God. അതുകൊണ്ടത്രേ ദൈവത്തിന്റെ വിവിധങ്ങളായ ഗുണങ്ങളെക്കുറിച്ച് നാം വായിക്കുന്നത്. He's a holy God. അവൻ വിശുദ്ധനായ ദൈവം, He's a God of love. അവൻ സ്നേഹനിധിയായ ദൈവം, He's a God of truth. അവൻ സത്യവാനായ ദൈവം, He's a God of righteousness. അവൻ നീതിയുള്ള ദൈവം, He's a God of mercy. അവൻ കരുണയുള്ള ദൈവം. So this God whom we are declaring it tonight is not an impersonal God, He's a personal God. ഞങ്ങൾ ഇന്ന് രാത്രി നിങ്ങളോട് അറിയിക്കുന്ന ഈ ദൈവം വ്യക്തിത്വമില്ലാത്ത ഒരു ദൈവമല്ല, വാസ്തവമായി വ്യക്തിത്വമുള്ള ഒരു ദൈവം തന്നെയാണ്. Throughout the Bible you find in different stages God revealed Himself to the people in a different angle. ഈ വേദപുസ്തകമുടനീളം നാം പരിശോധിക്കുന്നുവെങ്കിൽ ദൈവം തന്നെ മനുഷ്യർക്ക് വിവിധ വീക്ഷണഗതികളിലൂടെ വെളിപ്പെടുത്തുന്നതായി കാണാം. To the children of Israel He delivered, He made them to understand that He was a God, a master who can be worshipped as a servant obeys the master. ഇസ്രായേൽ മക്കൾക്ക് ദൈവം തന്നെ താൻ വെളിപ്പെടുത്തിയപ്പോൾ ഒരു ദാസൻ യജമാനനെ സേവിക്കുന്നത് പോലെ സേവിക്കത്തക്ക ഒരു ദൈവമായിട്ട് വെളിപ്പെടുത്തി. In Hosea 2nd chapter 16th verse, ഹോശേയ പ്രവചനം 2-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ he gives another type of revelation about himself. തന്നെ വേറൊരു വിധത്തിൽ ദൈവം വെളിപ്പെടുത്തി കാണിക്കുന്നു. Hereafter you will never call me Bali, ഇനി മുതൽ നിങ്ങൾ എന്നെ ബാലി എന്ന് വിളിക്കുകയില്ല, you will call me Ishi, husband. ഈശി അല്ലെങ്കിൽ ഭർത്താവ് എന്ന് വിളിക്കും. The creator God comes and rules over like a master, and then He reveals Himself to a husband and very close relationship. സൃഷ്ടികർത്താവായ ദൈവം ഒരു യജമാനനെ പോലെ തന്നെ വെളിപ്പെടുത്തുന്നു. അതേസമയം തന്നെ നിങ്ങളോട് ഏറ്റവും അടുത്തിരിക്കുന്ന സ്നേഹമുള്ളതായ ഒരു ഭർത്താവിനെ പോലെയും വെളിപ്പെടുത്തുന്നു. When Jesus came into the world, കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ He gave another important revelation about this God. ഈ ദൈവത്തെക്കുറിച്ച് ഒരു പ്രത്യേകമായ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വെളിപ്പാട് നൽകി. In Matthew's Gospel 6th chapter verse 32 we read, മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 32-ാം വാക്യത്തിൽ, ഈ വക ഒക്കെയും ജാതികൾ അന്വേഷിക്കുന്നു, സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. For after all these things do the Gentiles seek, for your heavenly Father knows that ye have need of all these things. Your heavenly Father, God is not only a creator God, a master, but He is a father to you. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് എന്ന് പറയുന്നു. അതിന്റെ അർത്ഥം ദൈവം സൃഷ്ടികർത്താവ് മാത്രമല്ല, അവൻ യജമാനൻ മാത്രമല്ല, അവൻ നിങ്ങളുടെ പിതാവും കൂടെയാകുന്നു. In the year 1955 two Christian friends from Germany went to Poland, Warsaw. 1955 രണ്ട് ക്രിസ്തീയ സ്നേഹിതർ പോളണ്ടിലെ വാഴ്സ എന്ന സ്ഥലത്തേക്ക് പോയി. They called all the Christian leaders. അവിടെയുള്ള എല്ലാ ക്രിസ്തീയ വിഭാഗങ്ങളുടെ നേതാക്കന്മാരെയും വിളിച്ച്, During the Second World War our country invaded you and destroyed you and did so many things. രണ്ടാം ലോകമഹായുദ്ധത്തിൽ ഞങ്ങളുടെ രാജ്യം നിങ്ങളെ നശിപ്പിച്ചു, ഇങ്ങനെയുള്ള അനേക കാര്യങ്ങൾ പറഞ്ഞു. So we have come here on behalf of our country to ask pardon from you. എന്നാൽ ഇപ്പോഴോ ഞങ്ങൾ ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടി നിങ്ങളോട് ക്ഷമ ചോദിപ്പാൻ വന്നിരിക്കുകയാണെന്ന് പറഞ്ഞു. One of the Christian leaders in Warsaw, he got up. വാഴ്സായിലുണ്ടായിരുന്നതായ ഒരു ക്രിസ്തീയ നേതാവ് എഴുന്നേറ്റിട്ട്, We cannot forgive you. ഞങ്ങൾക്കൊരിക്കലും നിങ്ങളോട് ക്ഷമിപ്പാൻ സാധ്യമല്ലെന്ന് You പറഞ്ഞു. go around the whole city of Warsaw, വാഴ്സ നഗരം ചുറ്റി സഞ്ചരിച്ചാൽ every stone will say how much blood you shed in our land. നിങ്ങൾ ഓരോ കല്ലുകളും എത്ര രക്തച്ചൊരിച്ചിൽ ഇവിടെ നിങ്ങൾ നടത്തിയെന്ന് വിളിച്ചു പറയും. We cannot forgive you. ഞങ്ങൾക്ക് നിങ്ങളോട് ക്ഷമിപ്പാൻ കഴിയുകയില്ല. So they did not know what to do. They all got up. ആ സമയത്ത് അവർക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ എല്ലാവരുമായി എഴുന്നേറ്റു. They said, shall we repeat the Lord's Prayer? നമുക്ക് ആ കർത്താവിന്റെ പ്രാർത്ഥനയൊന്ന് ചൊല്ലാമോ എന്ന് ചോദിച്ചു. So they repeated the Lord's Prayer. അങ്ങനെ കർത്താവിന്റെ പ്രാർത്ഥന അവർ ചൊല്ലി. The first word, our Father which art in heaven. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് ആദ്യമേ പറയുന്നു. Immediately that Warsaw leader said, please stop. ഉടനെ തന്നെ ആ വാഴ്സായിലെ നേതാവ് പറഞ്ഞു, ദയവായി നിർത്തിയാലും. If God is our Father, ദൈവം നമ്മുടെ പിതാവാണെങ്കിൽ, you are our brothers. നിങ്ങൾ ഞങ്ങളുടെ സഹോദരങ്ങളാണ്. How can I say God is my Father and does not forgive you? ദൈവം നമ്മുടെ പിതാവാണെങ്കിൽ എനിക്ക് നിങ്ങളോട് ക്ഷമിപ്പാൻ കഴിയുകയില്ലെന്ന് എങ്ങനെ പറയുവാൻ കഴിയും? So we forgive you.
ഞങ്ങൾ നിങ്ങളോട് ക്ഷമിക്കുന്നു. So dear brother, dear sister, അതുകൊണ്ട് പ്രിയ സഹോദര സഹോദരി, this God is revealing himself to you as a father, a loving father. ഈ ദൈവം തന്നെ ഒരു സ്നേഹവാനായ പിതാവായി വെളിപ്പെടുത്തുകയാണ്. Now the question comes, if he is a loving father, ഒരു ചോദ്യം ഉടനെ ഉന്നയിക്കുന്നുണ്ട്, അവൻ സ്നേഹവാനായ പിതാവാണെങ്കിൽ is he like a little child making what they call sand castles and destroy it as it likes? അത് കുട്ടികൾ ഒരു മണൽ കൊണ്ട് കൊട്ടാരം പണിതിട്ട് അതിനെ തട്ടിയുടച്ച് കളയുന്നത് പോലെയാണോ? If God is a loving God, why he is going to allow this world to be destroyed? ദൈവം സ്നേഹവാനാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ലോകത്തിൽ ഈ നാശങ്ങളെല്ലാം അനുവദിക്കുന്നത്? Remember, God's character is not only holiness, he has got righteousness also. ഓർക്കുക, ദൈവത്തിന്റെ സ്വഭാവം വിശുദ്ധി മാത്രമല്ല, അതിൽ നീതിയും അടങ്ങിയിരിക്കുന്നു. Read Isaiah 65 verse 16. യെശയ്യാ പ്രവചനം 65-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം ദയവായി വായിക്കാം. മുമ്പിലത്തെ കഷ്ടങ്ങൾ മറന്നു പോകുകയും അവ എന്റെ കണ്ണിന് മറഞ്ഞിരിക്കുകയും ചെയ്യുക കൊണ്ട് ഭൂമിയിൽ തന്നെത്താൻ അനുഗ്രഹിക്കുന്നവൻ സത്യദൈവത്താൽ തന്നെത്താൻ അനുഗ്രഹിക്കും. ഭൂമിയിൽ സത്യം ചെയ്യുന്നവൻ സത്യദൈവത്തെ ചൊല്ലി സത്യം ചെയ്യും. That he who blesseth himself in the earth shall bless himself in the God of truth, and he that sweareth in the earth shall swear by the God of truth, because the former troubles are forgotten, and because they are hid from mine eyes. He is a God of truth, and he maintains the truth and balances the truth. ദൈവം സത്യദൈവമാണ്. ആ സത്യദൈവം സത്യം ഉളവാക്കുകയും സത്യം നിവർത്തിക്കുകയും ചെയ്യുന്നു. Now look at any power that is in the world. ലോകത്തിൽ കാണുന്ന ഏതെങ്കിലും ഒരു ശക്തിയെ നോക്കുക. It is governed by a particular law. അതെല്ലാം പ്രത്യേക നിയമത്താൽ ബന്ധിതമാണ്. As long as you obey that laws regarding water, fire and electricity, you are safe. വെള്ളത്തിന്റെയോ തീയുടെയോ ഇലക്ട്രിസിറ്റിയുടെയോ സംബന്ധിക്കുന്നതായ നിയമങ്ങൾ അനുസരിക്കുന്നുവെങ്കിൽ അവയൊക്കെയും വളരെ പ്രയോജനപ്രദമാകുന്നു. But the moment you go against that law, that same power will be an enemy to you. അതിന്റെ നിയമങ്ങൾ ലംഘിക്കുകയാണെങ്കിൽ ഉടനെ തന്നെ ആ ശക്തികൾ നമുക്ക് വിരോധമായി പ്രവർത്തിക്കും. So God is not only having a character, he is a power. ദൈവം ഒരു സ്വഭാവം മാത്രമല്ല, ദൈവത്തിൽ ശക്തിയും അടങ്ങിയിരിക്കുന്നു. First we read about angels who were holding a high position. ഒന്നാമതായി സ്വർഗത്തിൽ ഉന്നത പദവിയിൽ ഇരുന്നതായ ദൂതന്മാരെ കുറിച്ച് നാം വായിക്കുന്നുണ്ട്. When they rebelled against God, അവർ ദൈവത്തിന് വിരോധമായി മത്സരിച്ചപ്പോൾ they were thrown out and they were kept in the everlasting chains for a great day judgment. അവരെയെല്ലാം സ്വർഗത്തിൽ നിന്ന് തള്ളിക്കളയുകയും ആ നിത്യ ശിക്ഷാവിധിക്കായി അവരെ ചങ്ങലയിട്ട് സൂക്ഷിക്കുകയും ചെയ്തിരിക്കുന്നു. In Genesis 6 chapter verse 13 we read, ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ, the end of all the flesh is coming before my sight. സർവ്വജഡത്തിന്റെയും അവസാനം എന്റെ മുൻപിൽ വന്നിരിക്കുന്നു. That is during the time of Noah, നോഹയുടെ കാലത്ത് people went to the extreme step where they lived a very wicked life. ജനങ്ങളെല്ലാവരും ഏറ്റവും ഹീനമായ നികൃഷ്ടമായ പാപഭംഗിലമായ ജീവിതം നയിച്ചു. So God said, the end of all the flesh is coming before me. ദൈവം അപ്പോൾ പറഞ്ഞു, സർവ്വജഡത്തിന്റെയും അവസാനം വന്നിരിക്കുന്നു. Except the 8 people, all the people in that then world were destroyed. ആ അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്നതായ 8 പേരൊഴികെ മറ്റുള്ളവരെല്ലാവരും ജലപ്രളയത്താൽ നശിപ്പിക്കപ്പെട്ടു. But in Jeremiah 4th chapter, എന്നാൽ യിരെമ്യാ പ്രവചനം 4-ാം അധ്യായത്തിൽ read 24th verse. 24-ാം വാക്യം വായിക്കാം. ഞാൻ പർവ്വതങ്ങളെ നോക്കി അവ വിറയ്ക്കുന്നത് കണ്ടു, കുന്നുകളെല്ലാം ആടിക്കൊണ്ടിരുന്നു. I beheld the mountains. 24-27 please. 24 മുതൽ 27 വരെ. 27 മാത്രം വായിക്കാം. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ദേശമൊക്കെയും ശൂന്യമാകും, എങ്കിലും ഞാൻ മുഴുവനായി മുടിച്ചു കളകയില്ല. For thus hath the Lord said, the whole land shall be desolate, yet will I not make a full end. After the angels fell, there was a punishment and a judgment. They were kept in everlasting chains. ദൂതന്മാരുടെ വീഴ്ചയ്ക്ക് ശേഷം ഒരു ശിക്ഷാവിധി ഉണ്ടായി. അവരെ നിത്യശിക്ഷയ്ക്കായിട്ട് ചങ്ങലയിൽ സൂക്ഷിച്ചു. During the time of Noah, when they went against the very plan of God, the whole world was destroyed. നോഹയുടെ കാലത്ത് ദൈവത്തിന്റെ പ്രമാണത്തെ ലംഘിച്ചവർ മുൻപോട്ട് പോയതുകൊണ്ട് ലോകത്തിന് നാശം സംഭവിച്ചു. But now, എന്നാൽ ഇന്നോ there is going to be an end or a kind of a destruction for the whole world. സർവ്വഭൂമിയിലും ഒരു മഹാനാശം സംഹാരം ഉണ്ടാകുവാൻ പോകുന്നു. But God says not a whole destruction. There will be a
1/3 will be left behind. എന്നാൽ മുഴുവനായി നശിപ്പിച്ചു കളയുകയില്ല, 1/3 ശേഷിപ്പിക്കപ്പെടുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. And in 2 Peter 3rd chapter 13th verse Peter says, 2 പത്രോസ് 3-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ, read 2 Peter 3rd chapter 13th verse. എന്നാൽ നാം അവന്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. Nevertheless, we, according to his promise, look for new heavens and a new earth wherein dwelleth righteousness. So there are two things before us tonight. ഇന്ന് രാത്രി നമ്മുടെ മുൻപാകെ 2 കാര്യങ്ങൾ വയ്ക്കപ്പെട്ടിരിക്കുന്നു. One, the Lord who is a righteous God, a God of truth, definitely will destroy this world. സത്യദൈവവും നീതിമാനായ ദൈവവുമായവൻ നിശ്ചയമായും ഈ ഭൂമിയെ നശിപ്പിക്കും. Remember, when you go against a power, that same power will turn against you. ഈ ലോകത്തിലെ ശക്തികൾക്ക് വിരോധമായി നീങ്ങുമ്പോൾ ആ ശക്തികൾ തന്നെ നമ്മെ നശിപ്പിക്കുന്നല്ലോ. But at the same time, there is another vision is given. എന്നാൽ അതേ സമയത്ത് മറ്റൊരു ദർശനം കൂടെ നൽകപ്പെടുന്നു. Peter said, we are waiting for a new heaven and an earth where righteousness dwelleth therein. പത്രോസ് പറയുന്നത്, നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായി നാം കാത്തിരിക്കുന്നു. On one side a great destruction, on other side a great reward is waiting for us. ഒരു ഭാഗത്ത് ഒരു വലിയ നാശം സംഭവിക്കുമ്പോൾ മറുഭാഗത്ത് ഒരു വലിയ നിക്ഷേപം ലഭിക്കുന്നു. That's the same thing Paul also says in 2 Timothy 4th chapter verses 7 to 8. 2 തിമോത്തിയോസ് 4-ാം അധ്യായത്തിന്റെ 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ വിശുദ്ധ പൗലോസും അത് തന്നെയാണ് പ്രസ്താവിക്കുന്നത്. 7-8 വാക്യങ്ങൾ. 2 തിമോത്തി 4-ാം അധ്യായം 7-8. ഞാൻ നല്ലപോൽ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. I have fought a good fight. I have finished my course. I have kept the faith. Henceforth there is laid up for me a crown of righteousness, which the Lord, the righteous judge, shall give me at that day, and not to me only, but unto all them also that love his appearing. God is not to allow the world, the sinful world, to be destroyed, but he is preserving a great reward for you and for me. പാപം നിറഞ്ഞതായ ലോകത്തെ നശിപ്പിക്കുവാനായിട്ട് ദൈവം തീരുമാനിച്ചിരിക്കുന്നുവെങ്കിലും ദൈവം ഒരു വലിയ പ്രത്യാശ നമുക്ക് നൽകുന്നുണ്ട്. That's why in 2 Thessalonians 2nd chapter verse 14 Paul says, 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ വിശുദ്ധ പൗലോസ് ഇപ്രകാരം പറയുന്നു, through this gospel we are going to obtain glory. ഈ സുവിശേഷത്താൽ നാം തേജസ്സ് പ്രാപിപ്പാൻ പോകുന്നു. So tonight, brother, sister, we are placing two things before you. അതുകൊണ്ട് പ്രിയ സഹോദര സഹോദരി, 2 കാര്യങ്ങൾ ഞങ്ങൾ നിങ്ങളുടെ മുൻപാകെ വയ്ക്കുകയാണ് ഇന്ന് രാത്രി. You cannot run away from this world. ഈ ലോകത്തിൽ നിന്ന് നിങ്ങൾക്ക് ഓടി രക്ഷപ്പെടാവതല്ല. You cannot stop the end of the world also. ഈ ലോകത്തിന്റെ അവസാനവും നിങ്ങൾക്ക് തടഞ്ഞു നിർത്താവതല്ല. There's a judgment and there's a destruction is waiting for the whole world. ഒരു ന്യായവിധിയുണ്ട്. ഈ ലോകം ഒരു നാശത്തിന്റെ വക്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. But at the same time, if you live a righteous life, എന്നാൽ ഈ അതേ സമയം തന്നെ നിങ്ങൾ ഒരു നീതിയുള്ള ജീവിതം നയിച്ചാൽ there is a great reward waiting for you and for me. നിങ്ങൾക്കും എനിക്കുമായി ഒരു വലിയ പ്രതിഫലം കാത്തിരിക്കുന്നു. That's why in 1 Corinthians 6 chapter 9th verse Paul says, അതുകൊണ്ടത്രേ 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നത്, the unrighteous cannot inherit the kingdom of God. അനീതിക്കുള്ളവർക്ക് ദൈവരാജ്യം അവകാശമാക്കുവാൻ സാധ്യമല്ല. You may belong to any religion, നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ടവരായാലും, but if you live an unrighteous life, you cannot inherit the good thing which God has reserved for you. ദൈവം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ആ നിക്ഷേപം അല്ലെങ്കിൽ ഒരുക്കിയിരിക്കുന്ന സമ്പത്ത് അനീതിയാണ് ഉണ്ടെങ്കിൽ പ്രാപിക്കാൻ സാധ്യമല്ല. Now the word sin has got a special meaning. പാപം എന്നതിന് ഒരു പ്രത്യേക അർത്ഥം കൂടെ ഉണ്ട്. Many people think that we use the word sin to divide the people into two groups. ജനങ്ങളെ പാപം രണ്ടായി തിരിക്കുന്നു എന്ന് പലരും പറയുന്നു. Now they say we use the word sin and divide the people into two groups. പാപം എന്നുള്ള വാക്കുകൊണ്ട് ജനത്തെ രണ്ടായി പിരിക്കുന്നു എന്നാണ് ചിലരുടെ അഭിപ്രായം. They say we are dividing one group as sinners and claiming that we are the holy people. ഒരു കൂട്ടം ജനത്തെ പാപികളെന്ന് മുദ്ര കുത്തിക്കൊണ്ട് ഞങ്ങളെ തന്നെ നീതിമാന്മാർ അല്ലെങ്കിൽ വിശുദ്ധന്മാരെന്ന് പറയുന്നു എന്നാണ്. It's not so. അങ്ങനെയല്ല. The word sin means you miss the mark. പാപം എന്നാൽ അതിന്റെ അർത്ഥം നിങ്ങൾ ലക്ഷ്യത്തിൽ എത്താതിരിക്കുക എന്നാണ്. One famous writer says,
ഒരു പ്രസിദ്ധനായ എഴുത്തുകാരൻ പറയുന്നത്, you may do many good things in your life, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനേക സൽപ്രവർത്തികൾ ചെയ്തേക്കാം. but it's not the good thing God wants in your life. ആ സൽപ്രവർത്തികളല്ല നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത്. God wants the perfect thing in your life. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പൂർണ്ണതയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. For example, അതിന് ഉദാഹരണമായി, you may say, I have not committed murder in my life. നിങ്ങൾ ഒരു പക്ഷേ പറഞ്ഞേക്കാം, എന്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും ആരെയും കൊന്നിട്ടില്ല. That is well and good. അത് നല്ലത് തന്നെ. But if you get angry and call your brother Raka a fool, എന്നാൽ നിങ്ങൾക്ക് കോപിച്ചിട്ട് നിങ്ങളുടെ സഹോദരനോട് ഒരു മൂഢ എന്ന് പറഞ്ഞാൽ, then that itself shows that the very spirit kills the other brother. അത് തന്നെ നിങ്ങളോട് അത് കാണിക്കുന്നത് ആ ആത്മാവ് നിങ്ങളുടെ സഹോദരനെ കൊല്ലുന്നുവെന്നാണ്. There is a believer in our church. ഞങ്ങളുടെ സഭയിൽ ഒരു വിശ്വാസി ഉണ്ടായിരുന്നു. His husband is not a converter, he is a Hindu person. അവളുടെ ഭർത്താവ് മനസാന്തരപ്പെട്ടിരുന്നിട്ടില്ല. അദ്ദേഹം ഒരു ഹിന്ദു വിശ്വാസിയായി തന്നെ തുടർന്നു. But he is a very senior officer. എന്നാൽ താന് സർക്കാരിൽ ഒരു വലിയ ഓഫീസറായിരുന്നു. One day he came and told his wife, ഒരു ദിവസം അദ്ദേഹം വന്ന് തന്റെ ഭാര്യയോട് പറഞ്ഞു, oh, there is a very beautiful woman in my office. എന്റെ ഓഫീസിൽ ഒരു വളരെ സൗന്ദര്യവതിയായ യുവതിയുണ്ട്. Then the wife told, whether you look at her or not, I don't care, I know you are my husband. അവൾ പറഞ്ഞു, നീ അവളെ നോക്കുന്നോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് വിഷയമല്ല, എന്റെ ഭർത്താവിനെ എനിക്ക് നന്നായി അറിയാം. No, if I look with a bad intention, I have committed sin in my heart. ഞാൻ ഏതെങ്കിലും ദുഷ്ടലാക്കോടുകൂടെ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എന്റെ ഹൃദയത്തിൽ ഞാൻ പാപം ചെയ്തു കഴിഞ്ഞു എന്ന് അദ്ദേഹം പറഞ്ഞു. Then she asked, how do you know about it? എങ്ങനെയാണ് നിനക്കത് അറിയാവുന്നത് എന്ന് ചോദിച്ചപ്പോൾ, your own Bible says, Jesus says, if you look with a bad intention, you have committed sin in your heart. നിന്റെ വേദപുസ്തകം തന്നെ അങ്ങനെ പറയുന്നു, യേശു അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ തിന്മയായ ഉദ്ദേശത്തോടു കൂടെയാണ് നോക്കുന്നതെങ്കിൽ ഹൃദയത്തിൽ പാപം ചെയ്തു കഴിഞ്ഞു. She got a shock. അവൾക്ക് അതൊരു ആശ്ചര്യമായി തോന്നി. I am a believer. ഞാനൊരു വിശ്വാസിയായിരിക്കെ, my husband is a Hindu. എന്റെ ഭർത്താവ് ഒരു ഹിന്ദു വിശ്വാസിയാണ്. But how secretly he had read the word of God. എന്നാൽ അദ്ദേഹം എത്ര രഹസ്യമായിട്ട് വേദപുസ്തകം വായിച്ചിരിക്കുന്നു. And how pointedly he says, a bad look is equal to a sin in my life. എത്ര വ്യക്തമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഞാൻ ആ ദുരുദ്ദേശത്തോടു കൂടെയാണ് അങ്ങനെ നോക്കുന്നതെങ്കിൽ അത് പാപമാണെന്ന്. Now sometimes we tell a lie, but we don't tell a deliberate lie. ചില സന്ദർഭങ്ങളിൽ നാം ഭോഷ്ക് പറയാറുണ്ടെങ്കിലും അത് മനഃപൂർവ്വമല്ല. Maybe we don't tell a deliberate lie, we tell a lie in a different way, like that. പലരും പറയാറുണ്ട്, ഞങ്ങൾ മനഃപൂർവ്വം വ്യാജം പറയാറില്ല. It may be white lie, it may be yellow lie, or a black lie, or any type of lie. അതൊരു പക്ഷേ കറുത്തതോ വെളുത്തതോ മറ്റേതെങ്കിലും വിധത്തിലുള്ള ഒരു വ്യാജമായിരിക്കാം. Suppose somebody asks, how many gathered in this meeting? നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുകയാണ്, ഈ യോഗത്തിൽ എത്ര പേർ സംബന്ധിച്ചു? Naturally you will say, 1000 log, thousands gathered. ആയിരക്കണക്കിന് ജനങ്ങൾ വന്നു എന്ന് നാം പറയും. But did you ever counted the number of the people? എന്നാൽ ഇവിടെ വന്നുകൂടിയിരിക്കുന്ന ജനത്തെ നിങ്ങൾ എണ്ണി നോക്കിയോ? No, we didn't. We just guesswork. We say thousands gathered. നാം ആയിരക്കണക്കിനെന്നൊരു ഉദ്ദേശം അങ്ങ് പറയുകയാണ്. Sometimes we exaggerate things and make people to understand that we are telling the truth. ചില സന്ദർഭങ്ങളിൽ നാം കാര്യങ്ങളെ അധികമായിട്ട് പെരുപ്പിച്ച് കാണിച്ച് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു. In one convention, while I was talking about the exaggeration, ഒരു കൺവെൻഷനിൽ അങ്ങനെ ഉള്ളതായ പെരുപ്പിച്ച് കാണിക്കുന്നതിനെ കുറിച്ച് ഞാൻ പ്രസ്താവിച്ചപ്പോൾ, there was a millionaire businessman in that meeting. ആ മീറ്റിംഗിൽ ഒരു ലക്ഷാധിപതി വന്നിട്ടുണ്ടായിരുന്നു. He listened to the word of God. ദൈവവചനം അദ്ദേഹം ശ്രവിച്ചു. He said, Pastor, that night I made a decision. പാസ്റ്റർ, അന്ന് രാത്രി ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം ചെയ്തു. Never I will exaggerate. ഞാൻ ഒരിക്കലും ഇനിയും കാര്യങ്ങൾ ഊതി വീർപ്പിച്ച് പറയുകയില്ല. I will tell the exact truth about my articles or my things, what I am going to do. എനിക്കുള്ള കാര്യങ്ങളെക്കുറിച്ചും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചുമെല്ലാം കൃത്യമായി ഞാൻ പറയും. So what God wants is not a good life, the perfect life. എന്നാൽ ദൈവത്തിന് ആവശ്യമായിരിക്കുന്നത് ഒരു പൂർണ്ണമായ ജീവിതമാണ്, എങ്ങനെയെങ്കിലുമുള്ള ഒരു ജീവിതമല്ല. Not that life you say, I have not committed murder, I am a free man, like that. ഞാൻ കൊലപാതകം ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ സ്വതന്ത്രനാണ് എന്നർത്ഥമില്ല. You have to come to a perfect life where you are free from anger. നിങ്ങൾ കോപത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടിരിക്കുന്നതായ
ഒരു പ്രത്യേകമായ അവസ്ഥയിലേക്ക് വരേണ്ടിയിരിക്കുന്നു. Free from lust. മോഹത്തിൽ നിന്നുള്ള വിടുതലുള്ളവനായിരിക്കണം. Free from lie. ഭോഷ്കിൽ നിന്ന് വിടുതലുണ്ടായിരിക്കണം. Free from vengeful spirit. നിങ്ങൾ മറ്റുള്ളവരോട് പ്രതികാരേച്ഛയില്ലാത്തവരായിരിക്കണം. How can a man come to that standard? എങ്ങനെ ആ വിധത്തിലുള്ള ഒരു നിലവാരത്തിലേക്ക് നമുക്ക് ഉയരുവാൻ കഴിയും? The Bible clearly says, വിശുദ്ധ വേദപുസ്തകം വ്യക്തമായി പറയുന്നത്, according to Romans Gospel 6 chapter verse 23, റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ, the wages of sin is death. പാപത്തിന്റെ ശമ്പളം മരണമത്രേ. And the prophet says, പ്രവാചകൻ ഇപ്രകാരം പറയുന്നു, that the soul that sinners shall die. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. So the moment you commit sin, either in action or in your spirit, നിങ്ങൾ പ്രവൃത്തിയിലോ ചിന്തയിലോ നിങ്ങൾ പാപം ചെയ്താൽ, that means there is no other alternative but to face death. അതിന് മറ്റ് യാതൊരു രക്ഷാമാർഗവുമില്ല, അതിന് ശിക്ഷ അനുഭവിച്ചേ മതിയാകൂ. If that be so, how can you and I come closer to this loving God? അങ്ങനെയാണെങ്കിൽ ഈ സ്നേഹവാനായ ദൈവത്തിന്റെ സന്നിധിയിൽ എനിക്കും നിങ്ങൾക്കും എങ്ങനെ ചെന്നെത്തുവാൻ കഴിയും? Moses cried out and said, Lord, show me thy glory. മോശ ഇപ്രകാരം പ്രാർത്ഥിച്ചു, കർത്താവേ, നിന്റെ ദൈവമേ, നിന്റെ തേജസ് എന്നെ കാണിക്കണമേ. God told, no man can see my glory and live in this world. ദൈവം പറഞ്ഞു, ഒരു മനുഷ്യനും ഈ ലോകത്തിൽ എന്റെ തേജസ് കാണാൻ കഴിയുകയില്ല. But I have a provision. എന്നാൽ എനിക്ക് അതിനൊരു പ്രത്യേക സ്ഥാനമുണ്ട്. There is a rock. ഒരു പാറയുണ്ട്. It's a broken rock. അത് തകർക്കപ്പെട്ട ഒരു പാറയാണ്. I will keep you in the cleft of the rock. ആ പാറയുടെ മറവിൽ ഞാൻ നിന്നെ ഒളിപ്പിക്കും. My glory will pass before you. നിന്റെ മുൻപാകെ എന്റെ തേജസ് കടന്നു പോകും. And you will not see my face, you will see the back of my glory. നീ എന്റെ മുഖം കാണുകയില്ല എങ്കിലും എന്റെ പിൻഭാഗം നീ കാണും. This rock is Jesus Christ. ഈ പാറ കർത്താവായ യേശുക്രിസ്തു അത്രേ. He's a broken rock. അവൻ തകർക്കപ്പെട്ട ഒരു പാറയാകുന്നു. Now in the Old Testament there is a provision. പഴയ നിയമത്തിൽ ഒരു പ്രത്യേകമായ കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്നു. Every firstling of an animal must be offered unto God. സകല മൃഗത്തിന്റെയും കടിഞ്ഞൂൽ ദൈവത്തിന് അർപ്പിക്കണം. But the firstling of an ass can never be offered unto God. എന്നാൽ ഒരു കഴുതയുടെ കടിഞ്ഞൂലിനെ ദൈവത്തിന് യാഗം കഴിക്കാവതല്ല. In the place of an ass, a lamb could be offered. ആ കഴുതയുടെ കടിഞ്ഞൂലിന് പകരം ഒരു കുഞ്ഞാടിനെ ബലി കഴിക്കാം. You and I were like asses. നിങ്ങളും ഞാനും ആ കഴുതയെ പോലെയുള്ളവരാണ്. Jesus, the Lamb of God, came into this world. യേശുക്രിസ്തു ദൈവത്തിന്റെ കുഞ്ഞാടായി ഈ ലോകത്തിലേക്ക് വന്നു. He took your place and my place. അവൻ നിങ്ങളുടെയും എന്റെയും സ്ഥാനം ഏറ്റെടുത്തു. He suffered the punishment. താൻ നമ്മുടെ ശിക്ഷ വഹിച്ചു. President Nixon had a press secretary called Colson. ഹോൾസൺ എന്ന് പറയുന്നതായ ഒരു പ്രസ് സെക്രട്ടറി അമേരിക്കൻ പ്രസിഡന്റ് നിക്സൺ ഉണ്ടായിരുന്നു. And he was arrested and kept in jail. തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ വെച്ചു. 2 senators wrote to President Nixon. 2 സെനറ്റേഴ്സ് പ്രസിഡന്റ് നിക്സന് കത്തെഴുതി. Sir, what Colson did was a wrong thing. കോൾസൺ ചെയ്തത് തെറ്റ് തന്നെ. But we don't want him to be in the prison as a young man. ഒരു യൗവനക്കാരനായ അദ്ദേഹം തടവിലായിരിക്കുന്നത് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. I and my son were willing to take his place. ഞാനും എന്റെ മകനും അദ്ദേഹത്തിന്റെ സ്ഥാനം ഏറ്റെടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. When Colson heard about this, കോൾസൺ അത് കേട്ടപ്പോൾ, is there a person who can take my place? എന്റെ സ്ഥാനം അങ്ങനെ എടുക്കുവാൻ, എനിക്ക് പകരം നിൽക്കുവാനായിട്ട് ഒരാളുണ്ടോ? That broke his heart. അത് തന്റെ ഹൃദയത്തെ തകർത്ത് കളഞ്ഞു. He became a Christian. താൻ ഒരു ക്രിസ്ത്യാനിയായി മാറി. One Christian missionary went to a group of leader of a particular group. ഒരു പ്രത്യേക വിഭാഗത്തിന്റെ തലവന്റെ അടുക്കൽ പോയി, you have arrested one of our missionary and kept him 3 years in the prison. ഞങ്ങളുടെ ഒരു മിഷണറിയെ 3 വർഷമായി നിങ്ങൾ തടവിലാക്കിയിരിക്കുന്നു. Release that person. ആ സഹോദരനെ വിട്ടയക്കണം. I will take that place. ആ സ്ഥാനത്ത് ഞാൻ പോയി കിടക്കാം. That leader told. ആ നേതാവ് ഇങ്ങനെ പറഞ്ഞു, are you stupid? Are you a fool? നീ ഒരു മടയനാണോ, മൂഢനാണോ? How dare you call that I will take that place and request me to release that person? അവന്റെ സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് അവനെ വിട്ടയക്കുവാനായിട്ട് ചോദിക്കത്തക്കവണ്ണം നീ എന്താണ് ഈ ചിന്തിക്കുന്നത്? Later that missionary was released. പിന്നീട് ആ മിഷണറിയെ വിട്ടയച്ചു. But this leader wrote a letter to this brother. എന്നാൽ ഈ അവരുടെ നേതാവ്, ആ സ്ഥലത്തെ നേതാവ് ഈ സഹോദരൻ ഒരു കത്തെഴുതി, I am a hard-hearted man.
ഞാനൊരു കഠിനഹൃദയനായ മനുഷ്യനാണ്. But the moment you told you will suffer for the guilty person, ആ തെറ്റുകാരന് പകരമായി ശിക്ഷ അനുഭവിക്കാനായി നിങ്ങൾ ഒരുങ്ങിയപ്പോൾ that broke my heart. എന്റെ ഹൃദയത്തെ തകർത്ത് കളഞ്ഞു. Just for a moment, close your eyes. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. You and I can never stand before a holy and a righteous God. ഒരു വിശുദ്ധനും നീതിമാനുമായ ദൈവത്തിന്റെ മുൻപാകെ എനിക്കും നിങ്ങൾക്കും നിൽക്കാവതല്ല. Jesus, the lamb that had not committed any sin in his life. ദൈവത്തിന്റെ കുഞ്ഞാടായ കർത്താവായ യേശുക്രിസ്തുവോ ഒരു പാപവും ചെയ്തിട്ടില്ല. He knew no sin. അവൻ പാപം അറിഞ്ഞിട്ടില്ല. In him there was no sin. അവനിൽ പാപം അശേഷമില്ല. But look at his hands that are pierced by the rusty nails. എന്നാലോ ആ ക്രൂരമായ ആണികളാൽ തറയ്ക്കപ്പെട്ടതായ അവന്റെ കൈകളെ നോക്കുക. Look at his back plowed like a field. എന്നാൽ ഒരു നില ഉഴുന്നത് പോലെ ഉഴുതു മറിച്ച അവന്റെ മുതുക് നോക്കുക. Look at his head with a crown of thorns. മുള്ളുകൊണ്ടുള്ള ആ കിരീടം ധരിച്ചതായ അവന്റെ തലയെ നോക്കുക. For you and for me he suffered. നിങ്ങൾക്കും എനിക്കും വേണ്ടി അത്രേ അവൻ അത് സഹിച്ചത്. He took your place, my brother, my എന്റെയും നിങ്ങളുടെയും സ്ഥാനമത്രേ പ്രിയ സഹോദര സഹോദരി അവൻ വഹിച്ചത്. Wherever you are, നിങ്ങൾ എവിടെ ഇരുന്നാലും, if you feel that you are a sinner, നിങ്ങൾ ഒരു പാപിയാണെന്ന് സമ്മതിക്കുന്നുവെങ്കിൽ open your heart, നിങ്ങളുടെ ഹൃദയം തുറക്കുക. open your mouth, നിങ്ങളുടെ വായെ തുറക്കുക. Jesus, I am a sinner. യേശുവേ, ഞാനൊരു പാപിയാകുന്നു. For my sake thy blood was shed on Calvary. എനിക്ക് വേണ്ടി അത്രേ കാൽവറിയിൽ നിന്റെ രക്തം ചൊരിഞ്ഞത്. Wash me tonight, Lord, through and through. കർത്താവേ, ഇന്ന് രാത്രി എന്നെ മുറ്റുമായി കഴുകണമേ. Open your heart, open your mouth and say to the Lord. നിങ്ങളുടെ ഹൃദയം തുറന്ന്, നിങ്ങളുടെ വായ് തുറന്ന് ദൈവത്തോട് പറയുക. Jesus told me while I was preparing for this message. ഈ ദൂത് ഞാൻ ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് എന്നോട് ഇങ്ങനെ പറഞ്ഞു. I am walking in the midst of my people with the tears in my eyes. എന്റെ കണ്ണുകളിൽ കണ്ണുനീരുമായി എന്റെ ജനത്തിന്റെ നടുവിലൂടെ ഞാൻ നടകൊള്ളുന്നു. Brother, sister, you do not know the consequence of a sin in your life. സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിലെ പാപത്തിന്റെ ഫലം എന്തെന്ന് നീ അറിയുന്നില്ലയോ? One small child told a lie when she was 7 years old. 7 വയസ്സ് പ്രായമുണ്ടായിരുന്ന ഒരു പൈതൽ ഭോഷ്ക് പറഞ്ഞു. That night she saw Jesus as a crucified Lord. ആ രാത്രി ക്രൂശിക്കപ്പെട്ടവനായ കർത്താവിന്റെ ദർശനം അവനുണ്ടായി. Child, you told a lie. That is why you are crucified. ഓ പൈതലേ, നീ കള്ളം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ക്രൂശിൽ കിടക്കേണ്ടി വന്നത്. How many times we have told a lie? ഓ, നീ എത്ര പ്രാവശ്യം ഭോഷ്ക് പറഞ്ഞു? How many times we got angry? എത്ര പ്രാവശ്യം നാം കോപിച്ചിട്ടുണ്ട്? How many times our thoughts were impure? എത്രയോ തവണ നമ്മുടെ ചിന്തകൾ മലിനമായിരുന്നു. How often we are not willing to forgive one another? ഓരോ അന്യോന്യം ക്ഷമിക്കുവാൻ നാം മനസ്സില്ലാത്തവരായി എത്രയോ നാൾ കൊണ്ടിരിക്കുന്നു. The Lord is calling you tonight. ദൈവം ഇന്ന് രാത്രി നിങ്ങളെ വിളിക്കുന്നു. Open your heart. നിങ്ങളുടെ ഹൃദയം തുറക്കുക. Those who want to make a new decision. ഇന്ന് രാത്രി ഒരു പുതിയ തീരുമാനം എടുക്കുവാൻ ആഗ്രഹിക്കുന്നവരെല്ലാം, look at the cross. That is look at the cross. The Lord who is hanging on the cross. ക്രൂശിൽ കിടക്കുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിനെ ശ്രദ്ധിക്കുക. That purest blood is coming and washing you through and through. അതെ, ആ വിശുദ്ധ രക്തം ഇതാ ക്രൂശിൽ നിന്ന് ഒഴുകി വന്ന് നമ്മെ ഓരോരുത്തരെയും കഴുകി ശുദ്ധീകരിക്കുന്നു. You need not go to pilgrimage. നിങ്ങൾ ഒരു തീർത്ഥാടനത്തിന് പോകേണ്ട ആവശ്യമില്ല. You need not go to do good work. നിങ്ങൾ ഏതെങ്കിലും സൽപ്രവർത്തികൾ ചെയ്യുവാനായി ഒരുങ്ങി പുറപ്പെടേണ്ട. Right at this spot, ഈ സന്ദർഭത്തിൽ തന്നെ you will receive the forgiveness of sin. നിങ്ങൾ പാപക്ഷമ പ്രാപിക്കും. You will be washed with the blood of Jesus Christ. യേശുവിന്റെ രക്തത്താൽ നിങ്ങൾ കഴുകപ്പെടും. As you are closing your eyes, lift up your right hand and say, Lord, wash me with thy precious blood. നിങ്ങളുടെ കണ്ണുകൾ അടച്ചിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ കരങ്ങളെ ഉയർത്തിക്കൊണ്ട് കർത്താവേ, നിന്റെ ആ വിലയേറിയ രക്തത്താൽ എന്നെ കഴുകണമേ എന്ന് പറയാം. Dear child of God, പ്രിയ ദൈവമൈതലേ, dear servant of God, പ്രിയ കർത്താവിന്റെ ദാസന്മാരെ, only through the blood we are able to enter the most holy place. ഓ, യേശുവിന്റെ രക്തത്തിൽ കൂടെ മാത്രമേ ആ അതിപരിശുദ്ധ സ്ഥലത്ത് പ്രവേശനമുള്ളൂ. Don't think Calvary message is the kindergarten message. നിങ്ങൾ കാൽവറിയുടെ ദൂത് എന്ന് പറയുന്നത് ശിശുക്കൾക്കുള്ള ഒന്നാണെന്ന് വിചാരിക്കേണ്ട. Through the blood alone you can enter the most holy place. ഓ, രക്തത്തിൽ കൂടെ മാത്രമേ നിങ്ങൾക്ക് അതിപരിശുദ്ധ സ്ഥലത്ത് പ്രവേശിപ്പാൻ കഴിയൂ. ഞാൻ ശുദ്ധനായി തീർന്നു തഞ്ചാങ്കിലെ പാടിടും.
രക്ഷകാ സ്തുതി നിനക്കെന്നും എന്നിൽ നിന്നെ നീ വീണ്ടെടുത്തതിനാൽ രക്ഷകാ സ്തുതി നിനക്കെന്നും എന്നിൽ നിന്നെ നീ വീണ്ടെടുത്തതിനാൽ സ്തുതിക്കും അങ്ങേ ഞാൻ ആയുസ്സിനാളെല്ലാം നന്ദിയോടടി വണങ്ങാം. സ്തുതിക്കും അങ്ങേ ഞാൻ ആയുസ്സിനാളെല്ലാം നന്ദിയോടടി വണങ്ങാം. Hallelujah. So through the blood you become a sinner, become a righteous man. രക്തത്തിൽ കൂടെ പാപിയായ നിങ്ങൾ ഒരു നീതിമാനായി മാറുന്നു. Then according to Romans 6 chapter 17th verse, റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ there is a form of doctrine you and I have to obey. നിങ്ങളും ഞാനും അനുസരിക്കേണ്ട ഒരു ഉപദേശ രൂപമുണ്ട്. Many Christian preachers preach beautifully on salvation. അനേക ക്രിസ്തീയ പ്രാസംഗികരും യേശുവിന്റെ രക്ഷയെക്കുറിച്ച്, യേശുവിൽ കൂടെയുള്ള രക്ഷയെക്കുറിച്ച് പറയുന്നുണ്ട്. They beautifully give the message. അവർ വളരെ നന്നായി അതെല്ലാം അവതരിപ്പിക്കുന്നുണ്ട്. But they don't talk about water baptism. എന്നാൽ ജലസ്നാനത്തെക്കുറിച്ചോ അവർ പ്രസ്താവിക്കുന്നില്ല. In Deuteronomy 6 chapter, the last verse, ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിന്റെ അവസാന വാക്യത്തിൽ, if you obey, it shall be our righteousness. നാം അനുസരിക്കുന്നുവെങ്കിൽ അത് നമുക്ക് നീതിയായി തീരും. That's why in Matthew's Gospel 3rd chapter 15th verse, അതുകൊണ്ടത്രേ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ Jesus told, യേശു ഇപ്രകാരം പറഞ്ഞു, suffer it now, in this way we'll have to fulfill all righteousness. ഇപ്പോൾ സമ്മതിക്ക, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് ഉചിതമെന്ന് പറഞ്ഞു. So when you obey in waters of baptism, അങ്ങനെ നാം ജലസ്നാനത്തിൽ അനുസരിക്കുമ്പോൾ you are taking the second step of righteousness. നീതിയുടെ രണ്ടാമത്തെ പടിയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. It's a deeper truth. God willing will meditate later. ആഴമായ ഒരു സത്യമത്രേ ഇത്. അതിനെക്കുറിച്ച് നാം പിന്നീട് നമുക്കത് ധ്യാനിക്കാം. After obeying waters of baptism, ജലസ്നാനം സ്വീകരിച്ച ശേഷം you have to receive the baptism of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും പ്രാപിക്കണം. Now the baptism of the Holy Spirit teaches you what is true righteousness. എന്താണ് യഥാർത്ഥമായ നീതി എന്നുള്ളത് പരിശുദ്ധാത്മ സ്നാനം നമ്മെ പഠിപ്പിക്കുന്നു. That is also we will meditate later because the time does not permit. സമയം അനുവദിക്കാത്തതുകൊണ്ട് ആ വിഷയങ്ങളെല്ലാം നമുക്ക് പിന്നീട് ആഴമായി ചിന്തിക്കാം. In Psalms 92 verses 12 to 13 and 14, 92-ാം സങ്കീർത്തനത്തിന്റെ 13-ഉം 14-ഉം വാക്യങ്ങളിൽ, the righteous shall flourish like a palm tree. നീതിമാൻ പന പോലെ തഴയ്ക്കും. In my early days I was like a skeleton. I had all the time suffered due to different type of sickness. എന്റെ ആദ്യകാലത്തെല്ലാം ഞാനൊരു ശുഷ്കിച്ച മനുഷ്യനായിരുന്നു. എനിക്ക് പലവിധ രോഗങ്ങളും ഉണ്ടായിരുന്നു. I had diabetics, എനിക്ക് പ്രമേഹമുണ്ടായിരുന്നു, asthma and TB, ആസ്മയും ടിബിയും, ulcer in my stomach, എന്റെ ഉദരത്തിലെല്ലാം അൾസർ, different type of sicknesses. അങ്ങനെ പലവിധ രോഗങ്ങൾ. And that time God showed this verse. ആ സമയത്ത് ദൈവം എന്നെ ഈ വാക്യം കാണിച്ചു. The righteous shall flourish like a palm tree. നീതിമാൻ പന പോലെ തഴയ്ക്കും. Now read that verse again. ആ വാക്യം ഒന്ന് വായിക്കാം. നീതിമാൻ പന പോലെ തഴയ്ക്കും, ലെബാനോനിലെ ദേവദാരു പോലെ വളരും. The righteous shall flourish. യഹോവയുടെ ആലയത്തിൽ നടുതലയായവർ നമ്മുടെ ദൈവത്തിന്റെ പ്രാകാരങ്ങളിൽ തഴയ്ക്കും. വാർദ്ധക്യത്തിലും അവർ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. അവർ പുഷ്ടി വെച്ചും പച്ച പിടിച്ചും ഇരിക്കും. The righteous shall flourish like the palm tree. He shall grow like a cedar in Lebanon. Those that be planted in the house of the Lord shall flourish in the courts of our God. They shall still bring forth fruit in old age. They shall be fat and flourishing. Wonderfully the Lord confirmed that promise in my life. എന്റെ ജീവിതത്തിൽ ദൈവം ഈ വാഗ്ദത്തങ്ങൾ അത്ഭുതമായി നിറവേറ്റി. Now the Lord says, ഇപ്പോൾ കർത്താവ് ഇങ്ങനെ പറയുന്നു, He will make you fruitful, free from all kinds of sicknesses and weaknesses. നിങ്ങളുടെ ജീവിതത്തിലുള്ളതായ നിങ്ങളുടെ ശരീരത്തിലുള്ള എല്ലാ രോഗങ്ങളിൽ നിന്നും നിങ്ങളുടെ എല്ലാ ബലഹീനതകളിൽ നിന്നും നിങ്ങളെ വിടുവിച്ച് നിങ്ങളെ ഫലവത്താക്കുമെന്ന് ദൈവം അരുളി ചെയ്യുന്നു. Why? എന്തിനു വേണ്ടി? Now look at the wicked person. He is flourishing. His health is abounding. ദുഷ്ടന്മാരെ നോക്കിയാൽ അവരുടെ ആരോഗ്യം വർദ്ധിച്ചു വരുന്നുണ്ട്. അവരും വളരെ പച്ചവെച്ചിരിക്കുന്നു. If a wicked man can have that type of body, അങ്ങനെ ഒരു
ദുഷ്ടമനുഷ്യൻ അങ്ങനെയുള്ള ഒരു ശരീരം ഉണ്ടായിരിക്കാമെങ്കിൽ you as a child of God, why should you suffer due to sickness? നിങ്ങളൊരു ദൈവവൈതലായിരിക്കെ രോഗത്താൽ നിങ്ങൾ എന്തിനു കഷ്ടപ്പെടണം? So a righteous God will never allow you to suffer due to sickness. ഒരു നീതിമാനായ ദൈവം അങ്ങനെയാണെങ്കിൽ നിങ്ങളെ രോഗിയായി കഷ്ടമനുഭവിപ്പാൻ സമ്മതിക്കുകയില്ല. Now sickness, don't think that we are teaching this doctrine to see that you are away from medicine or medical help. വൈദ്യശാസ്ത്രത്തിൽ നിന്നോ മരുന്നിൽ നിന്നോ നിങ്ങളെ അകറ്റുവാൻ വേണ്ടി ഒരു ഉപദേശം ഞങ്ങൾ പറയുന്നുവെന്ന് ചിന്തിക്കരുത്. Recently you know made a survey of all the drugs in the whole world. മുഴു ലോകത്തിലും ഉപയോഗിക്കപ്പെടുന്നതായ മരുന്നുകളെ കുറിച്ച് യുണൈറ്റഡ് നേഷൻസ് ഒരു സർവേ നടത്തി. They found that 23,000 medicines are in the world. 23,000 ഔഷധങ്ങൾ ഈ ലോകത്തിൽ ഇപ്പോൾ നിലവിലുണ്ടെന്ന് അവർ കണ്ടുപിടിച്ചു. And they also said only 200 medicines are genuine medicine. അതിൽ 200 ഔഷധങ്ങൾ മാത്രമേ വാസ്തവമായി പ്രയോജനപ്പെടുന്ന മരുന്നുകളായുള്ളൂ. We are not telling you. ഞങ്ങൾ നിങ്ങളോട് പറയുന്നത് You know tells like that. You know. ഞങ്ങളല്ല പറയുന്നത്, ഇത് യുണൈറ്റഡ് നേഷൻസ് ആണ് പറയുന്നത്. So that medicine that you are using, you do not know whether it's a genuine one or the wrong one. നിങ്ങൾ ഉപയോഗിക്കുന്നതായ ഔഷധം യഥാർത്ഥമായി ഗുണം ചെയ്യുന്നതാണോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് തന്നെ അറിയില്ല. Now what is divine healing? എന്താണ് ദൈവിക രോഗശാന്തി? Now time does not permit me to make you to read all the Bible verses. വേദപുസ്തകത്തിലെ അതിനോടനുബന്ധമായ വാക്യങ്ങളെല്ലാം പറയുവാനായി സമയം അനുവദിക്കുന്നില്ല. In Exodus 15 chapter verse 26 we read. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിൽ Children of Israel were in the land of Egypt more than 400 years. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ 400 പരം വർഷങ്ങൾ അവിടെ ആയിരുന്നു. And when they fell sick, they went to the magicians. അവർക്ക് രോഗമുണ്ടായപ്പോൾ അവർ അവിടെ മന്ത്രവാദികളെ സമീപിച്ചു. And these magicians were known as pharmas. ഈ മന്ത്രവാദികളുടെ പേര് ഫാർമ എന്നായിരുന്നു. From that pharma only pharmacy comes. ആ ഫാർമ എന്ന വാക്കിൽ നിന്നാണ് ഇന്നത്തെ നമ്മുടെ ഫാർമസി എന്ന വാക്കുണ്ടായത്. After they crossed the Red Sea, അവർ ചെങ്കടൽ കടന്ന ശേഷം there was no pharmas. അവർക്ക് പിന്നീട് ഫാർമകളില്ലായിരുന്നു. God said, I am your healer. ദൈവം പറഞ്ഞു, ഞാൻ നിങ്ങളെ സൗഖ്യമാക്കുന്നവനാണ്. 2 promises he gave. 2 വാഗ്ദത്തങ്ങൾ താൻ നൽകി. If you hearken unto my voice, നിങ്ങൾ എന്റെ വാക്ക് ശ്രദ്ധിക്കുന്നുവെങ്കിൽ I will bring none of the diseases which I brought upon the Egyptians. മിസ്രയീമ്യരുടെ മേൽ വരുത്തിയതായ യാതൊരു വ്യാധിയും നിങ്ങളുടെ മേൽ വരുത്തുകയില്ല. I am the Lord that healeth you. ഞാൻ നിങ്ങളെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. So God gives 2 promises to you tonight. ദൈവം ഈ രാത്രി നമുക്കും 2 വാഗ്ദത്തങ്ങൾ തരുന്നു. One is he will never allow you to go through a kind of a prolonged period of sickness. ഒന്ന്, നിങ്ങൾ ദീർഘകാലം രോഗിയായിരിക്കാൻ ദൈവം അനുവദിക്കുകയില്ല. And even if there is sickness in your body, നിങ്ങളുടെ ശരീരത്തിൽ രോഗമുണ്ടെങ്കിൽ he is a God who can heal you even tonight. ഇന്ന് രാത്രി നിങ്ങളെ സൗഖ്യമാക്കുവാൻ കഴിവുള്ളവനായ ഒരു ദൈവമത്രേ അവൻ. Most of the sickness have got a root called sin in their life. പല രോഗങ്ങളുടെയും മൂല കാരണം പാപമെന്നൊന്നാണ്. Sin has got different ways. പാപത്തിന് പല വഴികളുണ്ട്. Suppose you have got an angry heart. നിങ്ങൾക്കൊരു കോപ സ്വഭാവമാണുള്ളതെങ്കിൽ You may say, I won't take salt. ഞാൻ ഉപ്പൊന്നും ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞേക്കാം. As long as you are anger in your heart, that BP, blood pressure will be there. നിങ്ങൾക്ക് കോപമുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങളുടെ രക്തസമ്മർദ്ദം ഉയർന്നിരിക്കും. In the same way about diabetics. അതുപോലെ തന്നെയാണ് പ്രമേഹവും. There was a time we thought anxiety and care brings diabetics. ഒരു കാലത്ത് നാം ചിന്തിച്ചിരുന്നു ആകാംക്ഷയും ഉത്കണ്ഠയും ഒക്കെയാണ് പ്രമേഹം കൊണ്ടുവരുന്നത്. But now they say, എന്നാൽ ഇപ്പോൾ അവർ പറയുന്നത്, if there is a deep grief in your heart, നിങ്ങളുടെ ഹൃദയാന്തർഭാഗത്ത് ഏതെങ്കിലും ദുഃഖം അടിഞ്ഞുകൂടിയിട്ടുണ്ടെങ്കിൽ, a grief which you cannot share with anybody else, മറ്റുള്ളവരോട് പറയുവാൻ നിവൃത്തിയില്ലാത്ത വിധം നിങ്ങൾ ദുഃഖിതനാണെങ്കിൽ, that part will be affected. അത് നിങ്ങളെ രോഗിയാക്കി തീർക്കും. So they say, if you have got a happy heart, free from all kinds of grief, നിങ്ങൾക്ക് എല്ലാ ദുഃഖങ്ങളിൽ നിന്നും വിടുവിക്കപ്പെട്ട ഒരു സന്തോഷമുള്ള ഹൃദയമുണ്ടെങ്കിൽ. In the year 51 I had a diabetics. 1951 എനിക്ക് പ്രമേഹമുണ്ടായി. But the Lord taught me how to be rejoicing
and happy in the Lord. കർത്താവിൽ എങ്ങനെ സന്തോഷിക്കണമെന്നും സന്തുഷ്ടവാനായിരിക്കണമെന്നും ദൈവം എന്നെ പഠിപ്പിച്ചു. So most of the things that we are sick only due to our own sinful nature. നമ്മുടെ പാപ സ്വഭാവങ്ങൾ കൊണ്ടാണ് പലപ്പോഴും നാം രോഗികളായി തീരുന്നത്. At the same time, അതേസമയം തന്നെ in Isaiah 58th chapter, യെശയ്യാപ്രവചനം 58-ാം അധ്യായത്തിൽ 69, your relationship with your brother or your co-worker. നിങ്ങളുടെ സഹോദരനോടും നിങ്ങളുടെ സഹപ്രവർത്തകനോടുമുള്ള നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് അവിടെ പറയുന്നു. If you see a person without food and you don't give food to that person, നിങ്ങൾ ഒരു വിശപ്പുള്ള ആളെ കണ്ടിട്ട് ആ ആളിന് ഭക്ഷണം നൽകാതിരിക്കുന്നുവെങ്കിൽ, you see a naked person, you are not giving a proper cloth for that naked person. നിങ്ങൾ നഗ്നനായവനെ കണ്ട് അവന് വസ്ത്രം നൽകാതെ ഇരുന്നാൽ, You may be a godly man praying to God and everything, നിങ്ങൾ ഒരു ദൈവപുരുഷനായിരിക്കാം, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിയുമായിരിക്കാം, but you are all the time not doing any good to your brother or sister. എന്നാൽ നിങ്ങളുടെ സഹോദരന് യാതൊരു നന്മയും നിങ്ങൾ ചെയ്യാതെ ഇരിക്കുന്നു. If you read the whole Isaiah 58th chapter, യെശയ്യാപ്രവചനം 58-ാം അധ്യായം മുഴുവനും വായിച്ചാൽ, the moment you do that good, ആ നന്മ നിങ്ങൾ പ്രവർത്തിക്കുന്ന സന്ദർഭത്തിൽ തന്നെ health shall spring in your life. ആരോഗ്യം നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്നുണ്ടാകും. So tonight, അതുകൊണ്ട് ഇന്ന് രാത്രി we have not much time. I will lead you how to receive that healing in your body. അധികം സമയം നമ്മുടെ മുൻപിൽ ശേഷിക്കുന്നില്ല എങ്കിലും എങ്ങനെ നിങ്ങളുടെ ശരീര സൗഖ്യം പ്രാപിക്കാമെന്നുള്ളതിനെ കുറിച്ച് അല്പമായി നിങ്ങളെ മനസ്സിലാക്കാം. First of all, examine whether any hidden sin in your life. ഒന്നാമതായി നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും മറഞ്ഞിരിക്കുന്ന പാപങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കണം. Second, if there is any where you are not willing to forgive one another. മറ്റൊരു തമ്മിൽ ക്ഷമിക്കുവാൻ കഴിയാതെ വണ്ണം നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള സ്വഭാവം ഉണ്ടോ എന്ന് പരിശോധിക്കണം. You have to make a decision tonight. ഇന്ന് രാത്രി നിങ്ങൾ ഒരു തീരുമാനവും ചെയ്യണം. Submit yourself to the hands of God. ദൈവകരങ്ങളിൽ നിങ്ങളെ സമർപ്പിക്കണം. Ask the Lord to wash you through and through with His precious blood. കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നിങ്ങളെ പൂർണ്ണമായി കഴുകുകയും. Some people expect that we must come and lay our hands, then only you will be healed. ചിലരുടെ ചിന്ത ഞങ്ങൾ വന്ന് അവരുടെ തലമേൽ കൈവച്ച് പ്രാർത്ഥിച്ചാൽ മാത്രമേ സൗഖ്യമുണ്ടാകൂ എന്നാണ്. That is one method. അത് ഒരു കാര്യം. But 11 miracles Jesus did only by word only. എന്നാൽ 11 അത്ഭുതങ്ങൾ യേശുക്രിസ്തു ചെയ്തത് തന്റെ വാക്കുകൾ കൊണ്ടാണ്. 38 years one man was sick at the pool of Bethesda. 38 വർഷം ബെത്സേദ കുളത്തിന്റെ അരികിൽ ഒരു വ്യക്തി രോഗിയായി കിടന്നു. He did not touch that man. ആ വ്യക്തിയെ തൊട്ടതായി കാണുന്നില്ല. He said, take up your bed and walk. നിന്റെ കിടക്കയെടുത്ത് നടക്ക എന്ന് പറഞ്ഞു. He only spoke the word and that man began to walk. ആ വചനം പ്രസ്താവിച്ച ഉടനെ തന്നെ ആ വ്യക്തിക്ക് സൗഖ്യമുണ്ടായി. So tonight we are going to speak that word to you. ഇന്ന് രാത്രി ഞങ്ങൾ നിങ്ങളോട് ആ വചനം സംസാരിക്കുന്നു. So believe that you are going to be healed that very moment. ഈ സന്ദർഭത്തിൽ തന്നെ നിങ്ങൾക്ക് സൗഖ്യമുണ്ടാകുമെന്ന് നിങ്ങൾ വിശ്വസിക്കുക. Now how many really want a touch in your body? നിങ്ങളുടെ ശരീരത്തിൽ ഇന്ന് എത്ര പേർക്ക് ദൈവത്തിന്റെ സ്പർശനം ആവശ്യം? That's why I told you I saw the Lord walking with the tears in His eyes. അതുകൊണ്ടത്രേ ഇന്ന് നിങ്ങളുടെ മധ്യേ കർത്താവ് താൻ കരഞ്ഞുകൊണ്ട് നിങ്ങളുടെ മധ്യേ നടക്കുന്നതായി കണ്ടതായി പറഞ്ഞത്. He knows your weakness. നിങ്ങളുടെ ബലഹീനത അവൻ അറിയുന്നു. He knows your suffering. നിങ്ങളുടെ കഷ്ടം അവൻ മനസ്സിലാക്കുന്നു. He knows your pain. നിങ്ങളുടെ വേദന അവൻ അറിയുന്നു. He knows how much money you have spent. You have lost all hope. നിങ്ങൾ എത്രയോ പണം ചിലവാക്കിയിട്ടും നിങ്ങൾക്ക് ആശയ്ക്ക് വകയില്ലെന്നുള്ളതും അവൻ അറിയുന്നു. But tonight, എന്നാൽ ഇന്ന് രാത്രി the loving Jesus, സ്നേഹവാനായ യേശു He is here in your midst to heal you, to touch you and to deliver you. നിങ്ങളെ തൊട്ട് നിങ്ങളെ സൗഖ്യമാക്കുവാനായി ഇവിടെ ഇതാ വന്നിരിക്കുന്നു. How many really want a touch in your life? നിങ്ങളുടെ ജീവിതത്തിൽ എത്ര പേർക്ക് ആ ദൈവിക സ്പർശനം ആവശ്യമാണ്? Close your eyes. നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക. Those who want a real touch, put up your right hand. I want a touch in my body. നിങ്ങളുടെ ശരീരത്തിൽ ആ യഥാർത്ഥമായ സ്പർശനം ആവശ്യമുള്ളവർ തങ്ങളുടെ വലങ്കരങ്ങളെ ഉയർത്തട്ടെ. When you lift up your right hand, നിങ്ങളുടെ വലങ്കരം ഉയർത്തിപ്പിടിക്കുമ്പോൾ God sees the right hand. ദൈവം നിങ്ങളുടെ വലങ്കരം കാണുന്നുണ്ട്. And there are two type of commands that are written in the Bible. വിശുദ്ധ വേദപുസ്തകത്തിൽ രണ്ട് വിധ കൽപ്പനകൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. One is the negative command. ഒന്ന് നിഷേധാത്മകമായ കൽപ്പന. During the time we had the Bible study in Adayar, അടയാറിൽ ബൈബിൾ സ്റ്റഡി നടക്കുമ്പോൾ suddenly the Spirit of Lord, I rebuke the cancer of a person. ഒരു വ്യക്തിയുടെ ക്യാൻസർ രോഗത്തെ ദൈവത്തിന്റെ ആത്മാവ് ശാസിച്ചു. We do not know. ഞങ്ങൾ അറിഞ്ഞില്ല. There was a young woman. അവിടെ ഒരു യൗവനക്കാരി,
She was a good, holding a good office. നല്ലൊരു ഉദ്യോഗ പദവിയിലിരുന്ന ആള്. But she was at a terminal cancer. എനിക്ക് മാരകമായ ക്യാൻസർ രോഗമുണ്ടായിരുന്നു. She can't eat any food and the food will never go down. ഏത് ഭക്ഷണം കഴിച്ചാലും ആ ഭക്ഷണം വയറിലേക്ക് പോകയില്ല. And the doctors have given up hope. അവരെ ഡോക്ടർമാരും കൈവിട്ടു. And she was there in the meeting. ആ യോഗത്തിൽ ആ സ്ത്രീ സംബന്ധിച്ചിരുന്നു. When the Spirit of God told the cancer is rebuked, ആ ദൈവത്തിന്റെ ആത്മാവ് ആ ക്യാൻസറിനെ ശാസിച്ച സന്ദർഭത്തിൽ immediately she felt a power in her body. ഉടനെ അവളുടെ ശരീരത്തിൽ ദൈവശക്തിയുടെ വ്യാപാരം അനുഭവിച്ചു. After the meeting, ആ യോഗശേഷം she went out and had a good meal and she was able to digest. താൻ പോയി നല്ലവണ്ണം ഭക്ഷണം കഴിക്കുകയും അത് നന്നായി ദഹിക്കുകയും ചെയ്തതായി കണ്ടു. There was a brother. ഒരു സഹോദരനും 50 days he had oozing out from a wound. ഒരു വ്രണത്തിൽ നിന്ന് 50 ദിവസം ചലമൊഴുകിക്കൊണ്ടിരുന്നു. He came for prayer. പ്രാർത്ഥനയ്ക്കായി വന്നു. He expected that I would pray for him. അതെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് താൻ പ്രതീക്ഷിച്ചു. But I rebuked that power. എന്നാൽ അവനിലുള്ളതായ ദുഷ്ടശക്തിയെ ഞാൻ ശാസിച്ചു. He said next day completely healed. പിറ്റേ ദിവസം പൂർണ്ണ സൗഖ്യം. So today we are going to use that negative command. ഇന്ന് രാത്രി ഞങ്ങൾ ആ നിഷേധാത്മകമായ ആ കൽപ്പന പുറപ്പെടുവിപ്പാൻ പോകുകയാണ്. Second, there is a positive commandment. രണ്ടാമതായിട്ട് ഗുണകരമായ ഒരു കൽപ്പനയുണ്ട്. Jesus told, take up your bed and walk. യേശു പറഞ്ഞു നിന്റെ കിടക്കയെടുത്ത് നടക്ക. And Acts 3rd chapter we find a man who could not walk for 40 years. 14 വർഷമായി നടക്കുവാൻ കഴിയാതിരുന്ന ഒരു വ്യക്തിയെ കുറിച്ച് അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. 40 വർഷം. 40 വർഷമായി. Peter told, in the name of Jesus Christ of Nazareth, rise up. പത്രോസ് പറഞ്ഞു നസറേയനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക. So today we are going to rebuke that power. ഇന്ന് രാത്രി ആ ശക്തികളെ ഞങ്ങൾ ശാസിക്കുന്നു. And we are going to tell you, rise up and walk. അതേസമയം നിങ്ങളോട് എഴുന്നേറ്റ് നടക്ക എന്നും ഞങ്ങൾ How കൽപ്പിക്കുകയാണ്. many believe that it can happen in your life tonight? ഇന്ന് രാത്രി അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? Not tomorrow. നാളെ അല്ല, Not next hour. അടുത്ത Now. മണിക്കൂറിലല്ല, ഇപ്പോൾ. Do you believe that it can happen? ഇത് നടക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? In the name of Jesus Christ of Nazareth, നസറേയനായ യേശുവിന്റെ നാമത്തിൽ we bind every power in this area. ഈ പരിസരത്തുള്ളതായ സകല ദുഷ്ടശക്തികളെ ഞങ്ങൾ ബന്ധിക്കുന്നു. Cancer we cast out in the name of Jesus. ക്യാൻസറെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ നിന്നെ പുറത്താക്കുന്നു. Diabetes we rebuke that power. ഓ പ്രമേഹമേ, ആ ശക്തിയെ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. Asthma in the name of Jesus, get out from this body. ഓ ഈ ശരീരത്തിൽ നിന്ന് ക്യാൻസർ പുറപ്പെട്ടു പോകാം. The Lord is walking in our midst. യേശു നമ്മുടെ മധ്യേ നടകൊള്ളുന്നു. He is touching your body tonight. ഇന്ന് രാത്രി അവൻ നിങ്ങളുടെ ശരീരത്തെ സ്പർശിക്കുന്നു. He says, rise up and walk. അവൻ പറയുന്നു എഴുന്നേറ്റ് നടക്ക. Open your mouth and say, praise the Lord. ഓ നിങ്ങളുടെ വായ് തുറന്ന് ദൈവത്തെ സ്തുതിച്ച് സ്തോത്രം പറയുക. വിശ്വസിക്കുന്നു ഞാൻ, വിശ്വസിക്കുന്നു, വിശ്വസിക്കുന്നു ഞാൻ, വിശ്വസിക്കുന്നു നിന്റെ തിരുവചനത്തിൽ വിശ്വസിക്കുന്നു. Glory. നിന്റെ തിരുവചനത്തിൽ വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നു ഞാൻ, വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നു ഞാൻ, വിശ്വസിക്കുന്നു. നിന്റെ തിരുവചനത്തിൽ വിശ്വസിക്കുന്നു. നിന്റെ തിരുവചനത്തിൽ വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നു ഞാൻ, വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നു ഞാൻ, വിശ്വസിക്കുന്നു. നിന്റെ തിരുവചനത്തെ വിശ്വസിക്കുന്നു. നിന്റെ തിരുവചനത്തെ വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നു ഞാൻ, വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നു ഞാൻ, വിശ്വസിക്കുന്നു. നിന്റെ തിരുവചനത്തെ വിശ്വസിക്കുന്നു. നിന്റെ തിരുവചനത്തെ വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നു ഞാൻ, വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നു ഞാൻ, വിശ്വസിക്കുന്നു. നിന്റെ തിരുവചനത്തെ വിശ്വസിക്കുന്നു. നിന്റെ തിരുവചനത്തെ വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നു ഞാൻ,
വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു, നിന്റെ തിരുവചനത്തെ വിശ്വസിക്കുന്നു, നിന്റെ തിരുവചനത്തെ വിശ്വസിക്കുന്നു, വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു, വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു, നിന്റെ തിരുവചനത്തെ വിശ്വസിക്കുന്നു, 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 ഞാൻ വിശ്വസിക്കുന്നു, വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു, God is a righteous God. അതെ, നമ്മുടെ ദൈവം നീതിമാനായ ദൈവം. He will never allow you to suffer due to sickness or weakness because He is a righteous God. നിങ്ങൾ രോഗിയായോ ക്ഷീണിതനായോ നിങ്ങൾ കഷ്ടമനുഭവിപ്പാൻ അവൻ ആ നീതിമാനായ ദൈവം സമ്മതിക്കുകയില്ല. So tonight God has touched you. ഇന്ന് രാത്രി ദൈവം നിങ്ങളെ സ്പർശിച്ചിരിക്കുന്നു. The Lord told me, you give the commandment, I will do the rest of the work. കർത്താവിനോട് പറഞ്ഞത്, നീ അത് കൽപ്പിക്ക, ഞാൻ ബാക്കി പ്രവൃത്തി ചെയ്തു കൊള്ളാം. I trust in the word and I commanded. Definitely God has touched your bodies. ഓ, ഞാൻ ആ വാക്കിൽ ആശ്രയിച്ചും വിശ്വസിച്ചും കൊണ്ട് ആ കൽപ്പന നൽകിയിരിക്കുന്നു. ദൈവം അത് നിവർത്തിക്കുക തന്നെ ചെയ്യും. Now the question, are we closer to the last days? ഇപ്പോൾ ചോദ്യം ഉന്നയിക്കുകയാണ്, നിങ്ങൾ നാം അന്ത്യകാലത്തോട് അടുത്തിരിക്കുന്നുവോ? Because the end of all the world is coming before us. നമുക്ക് മുൻപായി ലോകത്തിന്റെ അവസാനം വന്നെത്തിയിരിക്കുകയാണ്. Now, scientists give different type of opinions. ശാസ്ത്രജ്ഞന്മാരുടെ ഇടയിൽ വിവിധ തരത്തിലുള്ള അഭിപ്രായങ്ങളാണുള്ളത്. They say 2012 December 21 a great disaster will happen. 2012 ഡിസംബർ 21 ഒരു വലിയ നാശമുണ്ടാകുമെന്നും പറയുന്നു. And also 2014 March 21. 2014 മാർച്ച് 21 എന്നും പറയുന്നു. A particular planet is coming towards the earth. ഭൂമിയെ ലക്ഷ്യമാക്കി ഒരു പ്രത്യേക ഗ്രഹം വരുന്നു പോലും. That weight of the planet is 260 tons. 260 crore ton. 260 കോടി ടൺ ഭാരമാണത്രേ ആ ഗ്രഹത്തിനുള്ളത്. The speed of that planet is 1,20,000 kilometers per hour. 1,20,000 കിലോമീറ്റർ വേഗതയുള്ള ഒരു മണിക്കൂറിൽ വേഗതയിലാണ് അത് പാഞ്ഞു വരുന്നത്. And that is coming towards the world. അത് ഭൂമിയെ ലക്ഷ്യമാക്കി വരുന്നു. And they say it will clash on March 14, 2014. March 21, 2014. 2014 മാർച്ച് 21 അത് ഭൂമിയിൽ വന്ന് പതിക്കുമെന്നാണ് പറയുന്നത്. We are not going to be governed by the scientific science. അങ്ങനെ ശാസ്ത്രജ്ഞന്മാർ പറയുന്നതിനെ എല്ലാം അനുസരിച്ചല്ല നാം നടക്കുന്നത്. But we have got certain biblical proof. എന്നാൽ വേദപുസ്തകത്തിൽ ചില തെളിവുകളെല്ലാം ഉണ്ട്. We will meditate very deeply about it in the coming days. വരുന്ന ദിവസങ്ങളിൽ ആ കാര്യങ്ങളെ കുറിച്ച് വിശദമായി നമുക്ക് ചിന്തിക്കാം. So according to the signs that are happening in the world, ലോകത്തിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായ അടയാളങ്ങളെ നോക്കിയാൽ definitely the world is drawing nearer to the end. ലോകം അതിന്റെ അവസാനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. Now read Matthew's Gospel 24th chapter verse 14. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം ദയവായി വായിക്കാം. 21-ന്റെ 14. 24-ന്റെ 14. 24-ാം അധ്യായം 14-ാം വാക്യം. രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. And this gospel of the kingdom shall be preached in all the world for a witness unto all nations, and then shall the end come. The gospel must be preached all over the world. സുവിശേഷം സകല ജാതികൾക്കും പ്രസംഗിക്കപ്പെടണം. During the time of the apostles, they were able to touch only one part of the then known world. അപ്പോസ്തോലിക കാലത്ത് ഈ ഭൂമിയിൽ അന്നറിയപ്പെട്ടിരുന്ന ഭാഗത്തിന്റെ ഒരു ഏരിയയിൽ മാത്രമേ പ്രസംഗിക്കുവാൻ കഴിഞ്ഞുള്ളൂ. But now, എന്നാൽ ഇന്നോ Russia has opened the door. റഷ്യ തങ്ങളുടെ വാതിൽ തുറന്നു. China has opened the door. ചൈന അവരുടെ വാതിൽ തുറന്നിട്ടിരിക്കുന്നു. There is a desert called Gobi Desert. ഗോബി ഡെസേർട്ട് എന്ന് പറയുന്നതായ ഒരു മരുഭൂമിയുണ്ട്. 2 young missionary ladies. 2 മിഷണറി വനിതകൾ. They went there.
they preach the gospel and a group of people are saved. അവിടെ പോയി സുവിശേഷം പ്രസംഗിക്കുകയും അവിടെ ഒരു കൂട്ടം ജനം രക്ഷിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. In the deep Amazon jungle, ആമസോൺ വനാന്തരത്തിൽ again two batches of sisters went inside a Amazon jungle. ആ ആമസോൺ വനങ്ങളിലേക്ക് ഈ രണ്ട് സഹോദരിമാരായി ഇറങ്ങിപ്പോകുകയും 6 months they lived with tribal people. അവിടെയുള്ള ഗോത്രവർഗ്ഗക്കാരോട് 6 മാസം ചേർന്ന് താമസിക്കുകയും ചെയ്തു. And they are able to print the Bible in their own dialect. അവരുടെ ഭാഷയിൽ വേദപുസ്തകം പ്രസിദ്ധീകരിപ്പാനിടയായി. All over the world gospel is being preached. മുഴുവൻ ലോകത്തിലും സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. So the time of the end is coming near. അതിന്റെ അർത്ഥം അവസാനം സമീപിച്ചിരിക്കുന്നു എന്നാണ്. So what did Peter says? എന്താണ് പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞത്? Be sober. നിങ്ങൾ ഉണർന്നിരിപ്പീൻ. Now the word sober has got different meanings. ആ ഉണർന്നിരിക്കുക എന്ന പദത്തിന് വിവിധ അർത്ഥങ്ങളുണ്ട്. Be serious minded. നിങ്ങൾ വളരെ ശ്രദ്ധാലുക്കളായ മനസ്സുള്ളവരായിരിക്കണം. Be what you call have a sound mind. നിങ്ങൾ വളരെ സുബോധമുള്ള മനസ്സുള്ളവരായിരിക്കണം. Let there be a discipline in your life. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക അഭ്യാസമുള്ളവരായിരിക്കണം. Let there be a self control in your life. നിങ്ങളുടെ ജീവിതത്തിൽ സ്വയം നിയന്ത്രണം ഉണ്ടായിരിക്കണം. You talk about the end of the world. ലോകാവസാനത്തെക്കുറിച്ച് നാം പറയുന്നു. We are waiting for the coming of the Lord. കർത്താവിന്റെ വരവിനായി നാം കാത്തിരിക്കുന്നു. But what about your life? എന്നാൽ നിങ്ങളുടെ ജീവിതം എങ്ങനെയിരിക്കുന്നു? If there is no discipline in your life, then you can never get ready to go for the Lord. No problem when he comes. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പ്രത്യേകമായ നിബന്ധനകൾ ഇല്ലെങ്കിൽ കർത്താവിന്റെ വരവിൽ പോകുവാൻ സാധ്യമല്ല. Pastor Freddie was living in America for 2 weeks. മാസ്റ്റർ ഫ്രെഡി ഒരിക്കൽ 2 ആഴ്ചത്തേക്ക് അമേരിക്കയിൽ താമസിക്കുകയുണ്ടായി. And he was living in an upstairs. The lower portion was occupied by a Pentecostal family. താൻ ഒരു 2ാമത്തെ നിലയിലാണ് താമസിച്ചിരുന്നത്. അതിന്റെ താഴത്തെ നിലയിൽ ഒരു പെന്തക്കോസ്ത് കുടുംബം ജീവിച്ചിരുന്നു. They did not know that he had no food, coffee or breakfast or lunch. തനിക്ക് കാപ്പിയോ പ്രഭാത ഭക്ഷണമോ മധ്യാഹ്ന ഭക്ഷണമോ രാത്രിയിലെ ഭക്ഷണമോ ഇല്ല എന്നുള്ളത് അവർ അറിഞ്ഞില്ല. Because according to their system you must tell where I want food, I want coffee. അവരുടെ വ്യവസ്ഥ എന്തെന്നാൽ അവർക്ക് ഇല്ല എങ്കിൽ മറ്റുള്ളവരോട് പറയുക എന്നുള്ളതാണ്. But Pastor Freddie never told. പാസ്റ്റർ ഫ്രെഡി ഒരിക്കലും അവരോട് പോയി പറഞ്ഞില്ല. Pastor PM went to London. പാസ്റ്റർ PM ലണ്ടനിൽ പോയപ്പോൾ he saw the car which Pastor Wesley brought. പാസ്റ്റർ വെസ്ലി ഉപയോഗിച്ചതായ കാർ കാണുകയുണ്ടായി. It's a small car. ചെറിയ ഒരു കാർ. That is sufficient. അത് മതി. His room was very small. തന്റെ റൂമും വളരെ ചെറുതായിരുന്നു. In America, Pastor TU's room hardly a cot and a table it seemed. പാസ്റ്റർ TUവിന്റെ അമേരിക്കയിൽ ഉണ്ടായിരുന്നതായ റൂമിൽ ഒരു കട്ടിലിടാനുള്ള സ്ഥലം അല്പം സ്ഥലം കൂടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. Check up your life tonight. നിങ്ങളുടെ ജീവിതത്തെ ഇന്ന് രാത്രി ശോധന ചെയ്യുമോ? God has blessed you abundantly. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിച്ചിരിക്കുന്നു. But you have lost the discipline in your life. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിലെ ആ ശിക്ഷണം നിങ്ങൾ വിട്ടുകളഞ്ഞു. You have lost the self control in your life. നിങ്ങളുടെ ജീവിതത്തിലുള്ള സ്വയം നിയന്ത്രണത്തെ നിങ്ങൾ എടുത്തുകളഞ്ഞു. So enter in the self control tonight. ഇന്ന് രാത്രികാലം നിങ്ങൾക്ക് ആ സ്വയം നിയന്ത്രണം ഉണ്ടാകട്ടെ. Not only a self control life. നിങ്ങളുടെ ജീവിതത്തിൽ ആ സ്വയം നിയന്ത്രണം മാത്രമല്ല. They asked American pastor how much time you pray. ഒരു അമേരിക്കൻ പാസ്റ്ററോട് ഒരിക്കൽ ചോദിച്ചു, നിങ്ങൾ എത്ര മണിക്കൂർ പ്രാർത്ഥിക്കുന്നുണ്ട്? Oh, I pray 22 minutes. ഞാൻ 22 മിനിറ്റ് പ്രാർത്ഥിക്കുന്നു. A Japanese pastor told 44 minutes. ഒരു ജപ്പാനിലെ പാസ്റ്റർ പറഞ്ഞു 44 മിനിറ്റ് പ്രാർത്ഥിക്കുന്നു. A South Korean pastor told 80 minutes. ഒരു സൗത്ത് കൊറിയയിലെ പാസ്റ്റർ പറഞ്ഞു 80 മിനിറ്റ് പ്രാർത്ഥിക്കുന്നു. A Chinese pastor told 1 hour and 25 minutes. ഒരു ചൈനയിലെ പാസ്റ്റർ പറഞ്ഞു 1 മണിക്കൂറും 35 മിനിറ്റും പ്രാർത്ഥിക്കുന്നു. Early CPM believer prayed 3 hours. എല്ലാ CPM വിശ്വാസികളും 3 മണിക്കൂർ പ്രാർത്ഥിക്കുന്നു. And every servant of God in those days prayed 6 hours. എല്ലാ കർത്താവിന്റെ ശുശ്രൂഷകരും അക്കാലത്ത് 6 മണിക്കൂർ പ്രാർത്ഥിച്ചിരുന്നു. If there is no prayer life, how can he get ready? That was the last day. പ്രാർത്ഥനാ ജീവിതമില്ലെങ്കിൽ
എങ്ങനെ ഈ അന്ത്യനാളിനായി നിങ്ങൾ ഒരുക്കപ്പെടുവാൻ കഴിയും? Get ready to meet the Lord when he comes. കർത്താവായ യേശു വരുമ്പോൾ അവനെ എതിരേൽപ്പാനായി നിങ്ങൾ ഒരുങ്ങി നിൽക്കുക. According to Jude 20th verse, യൂദായുടെ ലേഖനം 20-ാം വാക്യത്തിൽ, build up your more on a most holy faith. നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തി അതിവിശുദ്ധ വിശ്വാസത്തിൽ ആത്മീയ വർധന വരുത്തണം. Good revival is good. ഉണർവ് നല്ലത് തന്നെ. But doctrine is very important. എന്നാൽ ഉപദേശം അത്യാവശ്യമാണ്. You must study the doctrine and build up your life with the most holy faith. ഉപദേശങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ ജീവിതത്തെ അതിവിശുദ്ധ വിശ്വാസത്തിൽ പടുത്തുയർത്തണം. And pray in the Holy Spirit. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കണം. Examine your life whether you are doing that. അത് നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്യുക. We cannot run away from the end. നിങ്ങൾ ഈ ലോകാവസാനത്തിന്റെ സന്ദർഭത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ നിങ്ങൾ കഴിയുന്നതല്ല. But we are going to be caught up before that end. എന്നാൽ ആ അന്ത്യനാളിന് മുൻപ് നാം എടുത്തുകൊള്ളപ്പെടുവാൻ പോകുകയാണ്. In Jude 24th verse we read, യൂദായുടെ ലേഖനം 24-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, he is the one who will present you faultless. നിങ്ങളെ വീഴാതവണ്ണം സൂക്ഷിക്കുന്നത് അവനത്രേ. You have your own desire. നിങ്ങൾക്ക് നിങ്ങളുടേതായ ആഗ്രഹമുണ്ട്. You dedicate that into the hands of the Lord. നിങ്ങളെ നിങ്ങളുടെ ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിച്ചിരിക്കുന്നു. Then he will do that work and complete that work. അപ്പോൾ ആ പ്രവൃത്തി അവൻ പൂർണ്ണമായി തികയ്ക്കും. In one tarrying meeting, ഒരു കാത്തിരിപ്പ് യോഗത്തിൽ a Lord came and spoke to the first brother and he was very happy with that brother. ആ ഒരു സഹോദരന്റെ അടുക്കൽ കർത്താവ് വന്ന് സംസാരിച്ചു. ആ സഹോദരൻ വളരെ സന്തോഷമുള്ളവനായി തീർന്നു. He looked at the second brother and went away. രണ്ടാമതിരുന്ന സഹോദരനെ നോക്കിയിട്ട് പോയി. But the third he never looked at. മൂന്നാമതിരുന്ന ആളിനെ നോക്കി പോലും ചെയ്തില്ല. The brother who saw the vision asked, Lord, why you showed this difference? ദർശനം കണ്ടതായ സഹോദരൻ ചോദിച്ചു, കർത്താവേ ഇങ്ങനെ പക്ഷപാതം കാണിച്ചതെന്ത്? The first brother needed that type of encouragement. ഒന്നാമത്തെ സഹോദരന് അവിധത്തിലുള്ളതായ ഒരു ഉത്തേജനം ആവശ്യമായിരുന്നു. Second, when I look, he will run away. രണ്ടാമത്തെ സഹോദരനോട് ഞാനൊന്ന് നോക്കിയാൽ മതി, അവൻ ശരിയായിക്കൊള്ളും. But third is my property. മൂന്നാമത്തേത് എന്റെ സ്വന്തം. He is my sottu, my avagasa. അവൻ എന്റെ സ്വത്താണ്, എന്റെ അവകാശമാണ്. He will never move from that place. ആ സ്ഥലത്ത് എന്റെ അടുക്കൽ നിന്ന് അവൻ ഓടിപ്പോകയില്ല. I am coming to take that precious jewel. അങ്ങനെയുള്ളതായ നിക്ഷേപത്തെ ശേഖരിപ്പാനത്രേ ഞാൻ വരുന്നത്. Shall we close our eyes? ഇന്ന് രാത്രി നമ്മുടെ കണ്ണുകളെ വീണ്ടും അടയ്ക്കാം. How many want to become the sampat or property of your Lord? നിങ്ങളുടെ കർത്താവിന്റെ സമ്പത്തായി തീരുവാൻ എത്ര പേർ ആഗ്രഹിക്കുന്നു? We are not afraid about the end. അവസാനത്തെ കുറിച്ച് നാം ഭയവിഹ്വലരാകേണ്ട We are കാര്യമില്ല. waiting for the coming of the Lord. നാം കർത്താവിന്റെ വരവിനായി കാത്തിരിക്കുന്നു. Before that end comes, you and I will be, by the grace of God, will be taken where Jesus is there. ലോകാവസാനത്തിന് മുൻപേ കൃപയാൽ ഞാനും നിങ്ങളും കർത്താവിന്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടും. But you must become the property of the Lord. എന്നാൽ നിങ്ങൾ കർത്താവിന്റെ സ്വന്തമായി സ്വത്തായി തീരണം. Those who really want to enter the property level, ആ വാസ്തവമായി ദൈവത്തിന്റെ സമ്പത്തായി തീരുന്ന അനുഭവത്തിലെത്തുന്നവർ, close your eyes. നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക. Silently stand in the presence of God. മൗനമായി കർത്താവിന്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. Rededicate your life. നിങ്ങളുടെ ജീവിതത്തെ ഒന്നുകൂടെ സമർപ്പിക്കുക. Lord, according to the Bible, the end is near. കർത്താവേ, വേദപുസ്തക പ്രകാരം ലോകാവസാനം വന്നെത്തിയിരിക്കുന്നു. But I am not going to face the end. എന്നാൽ ഞാനോ ആ അവസാനം I am കാണുകയില്ല. going to see your face, Lord. ഞാൻ നിന്റെ മുഖം കാണും കർത്താവേ. I am going to be ready when thou cometh, Lord. നീ പ്രത്യക്ഷനാകുമ്പോൾ ഞാൻ നിന്നെ കാണും. I am your property, Lord. ഞാൻ നിന്റെ സമ്പത്താകുന്നു. Lord, I give up everything in the world. I become your property, Lord. കർത്താവേ, ഞാൻ ഈ ഭൂമിയിലുള്ളതെല്ലാം ഉപേക്ഷിക്കുന്നു. ഞാൻ നിന്റെ സമ്പത്തായി തീരുന്നു. Rededicate your life. നിങ്ങളുടെ ജീവിതത്തെ ഒന്നുകൂടെ പുനഃപ്രതിഷ്ഠിക്കുക. Open your heart. നിങ്ങളുടെ ഹൃദയം തുറക്കുക. Open your mouth and say, Lord, I am your property. നിങ്ങളുടെ വായ് തുറന്ന് കർത്താവേ, ഞാൻ നിന്റെ സ്വന്തം, ഞാൻ നിന്റെ സമ്പത്തെന്ന് പറയുക. Lord, that I don't want anything in my life. കർത്താവേ, എനിക്ക് എന്റെ ജീവിതത്തിൽ മറ്റൊന്നും ആവശ്യമില്ല. I want to be ready when thou cometh, Lord. നീ പ്രത്യക്ഷനാകുമ്പോൾ ഞാൻ ഒരുങ്ങി കാണപ്പെടണം. എന്റെ ആയുസ്സിൻ ദിനമൊക്കെയോ അങ്ങേ മാത്രം ഞാൻ ഇനി സേവിക്കും. എന്റെ പ്രാണനായ യേശുവേ, നിന്റെ പ്രേമം നീ എനിക്കേകിടണേ.
കീഴടേ എന്റെ ആയുസ്സിൽ ദിനമൊക്കെയും നിന്നെ മാത്രം ഞാൻ നിന്നെ സ്നേഹിക്കും എന്റെ പ്രാണനായകനേശുവേ നിന്റെ പ്രേമം നീ എനിക്കേകിടണേ എന്റെ പ്രാണനായകനേശുവേ നിന്റെ പ്രേമം നീ എനിക്കേകിടണേ എന്റെ ആയുസ്സിൽ ദിനമൊക്കെയും നിന്നെ മാത്രം ഞാൻ നിന്നെ സ്നേഹിക്കും എന്റെ പ്രാണനായകനേശുവേ നിന്റെ പ്രേമം നീ എനിക്കേകിടണേ എന്റെ പ്രാണനായകനേശുവേ നിന്റെ പ്രേമം നീ എനിക്കേകിടണേ എന്റെ ആയുസ്സിൽ ദിനമൊക്കെയും നിന്നെ മാത്രം ഞാൻ നിന്നെ സ്നേഹിക്കും എന്റെ പ്രാണനായകനേശുവേ നിന്റെ പ്രേമം നീ എനിക്കേകിടണേ 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 പ്രാണനായകനേശുവേ നിന്റെ പ്രേമം നീ എഴയാകുന്ന എന്നെ സ്നേഹിച്ച നിന്റെ സ്നേഹമെത്രയോ ആശ്ചര്യം എഴയാകുന്ന എന്നെ സ്നേഹിച്ച നിന്റെ സ്നേഹമെത്രയോ ആശ്ചര്യം എന്റെ പാപശാപങ്ങൾ സ്നേഹിച്ച നിന്റെ സ്നേഹമെത്രയോ ആശ്ചര്യം എന്റെ പാപശാപങ്ങൾ നീക്കിയത് തിരുജീവനാലെന്നെ നിറച്ചല്ലോ എന്റെ പാപശാപങ്ങൾ നീക്കിയത് തിരുജീവനാലെന്നെ നിറച്ചല്ലോ എന്നെ സ്നേഹിച്ച നിന്റെ സ്നേഹമെത്രയോ ആശ്ചര്യം എന്നെ സ്നേഹിച്ച നിന്റെ സ്നേഹമെത്രയോ ആശ്ചര്യം എന്നെ സ്നേഹിച്ച സ്നേഹമെത്രയോ ആശ്ചര്യം എന്നെ സ്നേഹിച്ച നിന്റെ സ്നേഹമെത്രയോ ആശ്ചര്യം എന്നെ സ്നേഹിച്ച നിന്റെ സ്നേഹമെത്രയോ ആശ്ചര്യം എന്നെ സ്നേഹിച്ച Hallelujah. Amen. Hallelujah. Yes, beloved ones, the end of all things is at hand. അതെ പ്രിയമുള്ളവരെ, എല്ലാറ്റിന്റെയും അവസാനം അടുത്തിരിക്കുന്നു. Be sober and be vigilant.
നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. Before the end comes, we are going to be caught up with our Jesus. അവസാനം വരും മുമ്പേ നാം നമ്മുടെ യേശുവിന്റെ അടുക്കലേക്ക് എടുക്കപ്പെടും. Oh, tonight the Lord is moving in our midst. രാത്രി കർത്താവ് നമ്മുടെ മധ്യേ നടകൊള്ളുന്നു. In order to prepare our life for that glorious day. ആ മഹോത്സവത്തിനായി നമ്മുടെ ജീവിതത്തെ ഒരുക്കേണ്ടതിന് The power of God is moving in our midst. ദൈവശക്തി നമ്മുടെ ഇടയിൽ വ്യാപരിക്കുന്നു. The anointing of God is moving in our midst. അഭിഷേകം നമ്മുടെ മധ്യത്തിൽ പ്രവർത്തിക്കുന്നു. Casting out every infirmity and sickness in the name of Jesus. അത് എല്ലാ രോഗബലഹീനതകളെ യേശുവിന്റെ നാമത്തിൽ പുറത്താക്കുന്നു. Oh, tonight whatever your state be. ഇന്ന് രാത്രി നിന്റെ അവസ്ഥ ഏതുമാകട്ടെ. Tonight whatever your need be. ഇന്ന് രാത്രി നിന്റെ ആവശ്യം ഏതുമാകട്ടെ. Great God is moving in our midst. വലിയ ദൈവം നമ്മുടെ മധ്യത്തിൽ നടകൊള്ളുന്നു. The promise keeping God is moving in our midst. വാഗ്ദത്തങ്ങൾ പാലിക്കുന്ന ദൈവം ഇവിടെ ഉലാവുന്നു. If you open your heart tonight, ഇന്ന് നിന്റെ വായ് തുറന്നാൽ, if you surrender your body tonight, നിന്റെ ശരീരം ഇന്ന് രാത്രി സമർപ്പിച്ചാൽ, if you surrender whole life in the hands of God, നിന്റെ ജീവിതം മുഴുവനുമായി ദൈവ കൈകളിൽ നീ ഇന്ന് ഏൽപ്പിച്ചാൽ, you will be able to experience the power of God in your body. നിന്റെ ശരീരത്തിൽ നിനക്ക് ദൈവശക്തി അനുഭവിക്കാം. You can be healed by the name of Jesus. യേശുവിന്റെ നാമത്തിൽ നിനക്ക് സൗഖ്യം പ്രാപിക്കാം. Power of healing will proceed to your body tonight. സൗഖ്യദായക ശക്തി ഇന്ന് രാത്രി നിന്റെ ശരീരത്തിലേക്ക് വരും. You don't need to go back with your sickness in your body, dear friend. പ്രിയ സ്നേഹിത, നിന്റെ ശരീരത്തിലെ രോഗത്തെ വഹിച്ചുകൊണ്ട് നീ തിരിച്ചു പോകേണ്ട. There is a healing in the name of Jesus. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ട്. There is healing in the name of Jesus. യേശുവിന്റെ നാമത്തിൽ Healing സൗഖ്യമുണ്ട്. in the name of Jesus tonight for you. ഇന്ന് രാത്രി നിനക്ക് യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ട്. Amen, amen, amen. അന്ധകാര ശക്തിയോട് എതിർത്തു നിന്നിടാം. ഓ അന്ധകാര ശക്തിയോട് എതിർത്തു നിന്നിടാം. ആമേൻ. അന്ധകാര ശക്തിയോടെ അന്ധകാര ശക്തിയോടെ ജീവിതം പുതുക്കിടാം, ജീവനെ പകുത്തിടാം, ജീവിതം പുതുക്കിടാം, ജീവനെ പകുത്തിടാം, അന്ധകാര ശക്തിയോടെ വിട്ടുനിന്നിടാം, അന്ധകാര ശക്തിയോടെ വിട്ടുനിന്നിടാം, ജീവിതം പുതുക്കിടാം, ജീവനെ പകുത്തിടാം, ജീവിതം പുതുക്കിടാം, ജീവനെ പകുത്തിടാം, അന്ധകാര ശക്തിയോടെ വിട്ടുനിന്നിടാം, 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 Hallelujah, 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 hallelujah. As you decided to forsake all the stranger thing that displeases the Lord from your life, നിന്റെ ജീവിതത്തിൽ നിന്ന് ദൈവത്തിന് അനിഷ്ടമായതെല്ലാം നീക്കുവാൻ നീ തീരുമാനിച്ചപ്പോൾ, as you decide to forsake all the worldliness from your body, അത് നിന്റെ ശരീരത്തിൽ നിന്ന് സകല ലൗകികതയെ നീക്കുവാൻ നീ തീരുമാനിക്കുമ്പോൾ, as you decide to forsake all the
pleasures of this life from your family. അതെ, ഈ ലോകത്തിലെ സകല ഇൻപങ്ങളെയും നിന്റെ കുടുംബത്തിൽ നിന്ന് പുറന്തള്ളുവാൻ നീ തീരുമാനിക്കും. Oh, you will be able to resist the power of darkness. നിനക്ക് അന്ധകാര ശക്തിയോട് എതിർത്ത് നിൽക്കും. You will be able to resist the power of sickness. നിനക്ക് രോഗശക്തിയോട് എതിർത്ത് നിൽക്കുവാനാവും. You will be able to resist the power of witchcraft. നിനക്ക് ആഭിചാര ശക്തിയോട് എതിർത്ത് നിൽക്കും. In the name of Jesus, യേശുവിന്റെ നാമത്തിൽ you are more than a conqueror. അതെ, നീ ഒരു പൂർണ്ണ ജയാളിയത്രേ. In the name of Jesus, യേശുവിന്റെ നാമത്തിൽ tonight the Lord is setting you free by His power. ഇന്ന് രാത്രി തന്റെ ശക്തിയോ ദൈവം നിന്നെ ഇതാ You സ്വതന്ത്രനാക്കുന്നു. are more than a conqueror by the power of God tonight. ദൈവശക്തിയോ ഇന്ന് നീ പൂർണ്ണ ജയാളിയത്രേ. In the name of Jesus, യേശുവിന്റെ in the നാമത്തിൽ name of Jesus, യേശുവിന്റെ നാമത്തിൽ by the power of God, ദൈവശക്തിയോ you are a conqueror. നീ ഒരു You ജയാളി, are a conqueror. ഒരു ജേതാവ്. Claim the promise of God. ദൈവവാഗ്ദത്തെ മുറുകെ പിടിക്കുക. ശക്തിയോട് എതിർത്തു നിന്നിടാം. അന്യമായതൊക്കെയും ത്യജിച്ചിടാം. Amen. അന്ധകാര ശക്തിയോട് എതിർത്തു നിന്നിടാം. അന്യമായതൊക്കെയും ത്യജിച്ചിടാം. ജീവനെ പകച്ചിടാം. വേദാന്തന്മാരായൊരുങ്ങിടാം. Amen. ജീവിതം പകച്ചിടാം. ജീവനെ പകച്ചിടാം. വേദാന്തന്മാരായൊരുങ്ങിടാം. അന്ധകാര ശക്തിയോട് എതിർത്തു നിന്നിടാം. അന്യമായതൊക്കെയും ത്യജിച്ചിടാം. അന്ധകാര ശക്തിയോട് എതിർത്തു നിന്നിടാം. അന്യമായതൊക്കെയും ത്യജിച്ചിടാം. ജീവിതം പകച്ചിടാം. ജീവനെ പകച്ചിടാം. വേദാന്തന്മാരായൊരുങ്ങിടാം. ജീവിതം പകച്ചിടാം. ജീവനെ പകച്ചിടാം. വേദാന്തന്മാരായൊരുങ്ങിടാം. അന്ധകാര ശക്തിയോട് എതിർത്തു നിന്നിടാം. അന്യമായതൊക്കെയും ത്യജിച്ചിടാം. അന്ധകാര ശക്തിയോട് എതിർത്തു നിന്നിടാം. അന്യമായതൊക്കെയും ത്യജിച്ചിടാം. ജീവിതം പകച്ചിടാം. ജീവനെ പകച്ചിടാം. വേദാന്തന്മാരായൊരുങ്ങിടാം. 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 ജീവിതം പകച്ചിടാം. ജീവനെ പകച്ചിടാം. Hallelujah. 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 Very soon the end of all things will come. എത്രയും വേഗം എല്ലാറ്റിന്റെയും അവസാനം വരും. But before that, we who are waiting for the Lord, we will be caught up to the mid-sky to meet our Jesus. എന്നാൽ അതിനു മുമ്പേ കർത്താവിനായി കാത്തിരിക്കുന്ന നാം നമ്മുടെ കർത്താവിനോടുകൂടെ മധ്യാകാശത്തിൽ എടുക്കപ്പെടും. Nothing in this world will be able to stop us on that glorious day. ആ മഹൽ സുദിനത്തിൽ നമ്മെ തടയുവാൻ ഈ ലോകത്തിൽ ഒന്നിനും സാധ്യമല്ല. Jesus is coming soon. യേശു വേഗം വരുന്നു. Jesus is coming soon. യേശു വേഗം വരുന്നു. Jesus is coming soon. യേശു വേഗം വരുന്നു. Amen. 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 For all the precious things which God has spoken with us tonight, to each and every heart, for the glory of God shall we praise God. ഇന്ന് രാത്രി നമ്മോട് ഓരോരുത്തരോടും ഓരോ ഉള്ളത്തോടും ദൈവം തന്റെ മഹത്വത്തിനായി അരുളി ചെയ്ത വിലയേറിയ വചനങ്ങൾക്കായി സ്തോത്രം ചെയ്യാം. Praise the Lord. Praise the Lord. സ്തോത്രം. Praise the Lord. 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 Exhorting us to be sober-minded and to be watchful
so that we will be able to meet our Jesus in our life. Shall we praise God? നമ്മുടെ ജീവിതത്തിൽ നാം നമ്മുടെ യേശുവിനെ എതിരേൽക്കുവാൻ തക്കവണ്ണം നിർമ്മതരായിരിക്കുവാൻ ഉണർന്നിരിക്കുവാൻ അവൻ നമ്മെ പ്രബോധിപ്പിച്ചിരിക്കുകയാൽ സ്തോത്രം ചെയ്യാം. Hallelujah. സ്തോത്രം, Hallelujah. സ്തോത്രം, സ്തോത്രം, Hallelujah. സ്തോത്രം, Hallelujah. സ്തോത്രം, Hallelujah. സ്തോത്രം, Hallelujah. സ്തോത്രം. If there is anyone here who felt the healing touch of God after coming for this meeting, ഇന്ന് only tonight those who felt the touch of God. ഇന്ന് രാത്രി ഈ യോഗത്തിന് വന്നതിന് ശേഷം കർത്താവിന്റെ സൗഖ്യദായക ശക്തി നിങ്ങളെ തൊട്ട് സൗഖ്യമായതായി ആർക്കെങ്കിലും ബോധ്യമായിട്ടുണ്ടെങ്കിൽ Only tonight. ഇന്ന് രാത്രിയിലെ കാര്യം മാത്രമാണ് If you പറയുന്നത്. felt the pain has left your body, നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ആ വേദന വിട്ടുമാറിയതായി നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ, if you felt that the sickness has left your body, ആ രോഗം ശരീരത്തെ വിട്ടു പോയതായി ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, only such people, please put up your hands. We are going to praise God for you. ദയവായി അങ്ങനെയുള്ളവർ മാത്രം നിങ്ങളുടെ വലങ്കൈ ഉയർത്തിയാട്ടെ. അങ്ങനെയുള്ളവർക്ക് വേണ്ടി സ്തോത്രം ചെയ്യുവാൻ പോകുന്നു. God is a promise keeping God. നമ്മുടെ ദൈവം വാഗ്ദത്തങ്ങൾ പാലിക്കുന്ന ദൈവം. His promises are always yea and amen in Christ Jesus. അവന്റെ വാഗ്ദത്തങ്ങളെല്ലാം ക്രിസ്തു യേശുവിൽ എല്ലായ്പ്പോഴും ഉവെന്നും ആമേൻ എന്നും അത്രേ. Shall we praise God for these precious souls? ഈ വിലയേറിയ ആത്മാക്കൾക്കായി സ്തോത്രം ചെയ്യാം. Hallelujah. സ്തോത്രം, Hallelujah. സ്തോത്രം, സ്തോത്രം, Hallelujah. Hallelujah. സ്തോത്രം, Hallelujah. സ്തോത്രം, Hallelujah. സ്തോത്രം, Hallelujah. സ്തോത്രം. For all the blessings the Lord commanded in our midst tonight, once again giving all the glory to God, let's praise God. ഇന്ന് രാത്രി ദൈവം നമ്മുടെ മധ്യ കൽപ്പിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കായി എല്ലാ മഹത്വവും ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് നാം സ്തോത്രം ചെയ്യാം. Praise the Lord. Praise the Lord. Praise the Lord. സ്തോത്രം. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. Let us pray. പ്രാർത്ഥിക്കാം. കർത്താവേ, കരുണയുള്ള പിതാവേ, നിന്നോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, അവിടെ ഞങ്ങളെ സ്നേഹിക്കുന്നതിനാൽ, ദേശത്തെ സ്നേഹിക്കുന്നതിനാൽ, ദേശനിവാസികളെ സ്നേഹിക്കുന്നതിനാൽ, ഇങ്ങനെ കൺവെൻഷൻ കൊണ്ട് തന്നതിനാൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കൺവെൻഷൻ 2ാം ദിവസവും കർത്താവ് ഞങ്ങളുടെ മധ്യ സ്വർഗീയമാക്കി അവിടെ ഇറങ്ങി വന്ന് അവിടെ ഞങ്ങളെ അനുഗ്രഹിച്ചതിനാൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവേ, ആത്മാവിൽ പാടി കർത്താവ് സന്തോഷിപ്പാനും ശക്തിയാൽ നിറയപ്പെടുവാൻ സഹായിച്ചതിനാൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ജീവനുള്ള സാക്ഷി കർത്താവ് നൽകിയതിനാൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവെ, സാക്ഷ്യവാദികൾ കേട്ട എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുന്നതിനും അതിന് ഒരുക്കി ചെയ്തതിനാൽ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഈ രാത്രികാലത്തെ ഈ സിംഹാസനത്തിൽ നിന്ന് കർത്താവിനോട് ശക്തിയായി ഇടപെട്ടതിനാൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അതാ സ്തോത്രം. എല്ലാത്തിനെയും അവസാനം സമീപിച്ചിരിക്കാൻ പ്രാർത്ഥന സുബോധമുള്ളവരും നിർഭകരമായിരിക്കുന്ന കർത്താവിനെ കേൾപ്പിച്ച പോലെ കർത്താവിനെ വരവ് ഏറ്റവും ആശ്രയമായിരിക്കാൻ കർത്താവെ, ഈ നാളുകളായി ഞങ്ങൾ ഉണർത്തപ്പെട്ടവരായി ഒരുക്കപ്പെട്ടവരായി കർത്താവിനായി കർത്താവിനെതിരെ യോഗ്യരായി തീരുവാൻ കൊണ്ട് സഹായിക്കണനായി ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്ന സ്തോത്രം. വചനപ്പെട്ട ഓരോ ഹൃദയത്തിൽ ആത്മാവ് ശക്തിയോടെ പ്രവർത്തിച്ചതിനാൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. പാപത്തിൽ വിടുതൽ സഹായിച്ചതിനാൽ സ്തോത്രം. കടന്ന രോഗികളെ കർത്താവ് സൗഖ്യമാക്കിയതിനാൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവെ, അങ്ങനെ ശബ്ദം കേട്ട് ജീവൻ പ്രാപിപ്പാൻ അനുഗ്രഹിക്കപ്പെടാൻ തീരുവാൻ സഹായിച്ചതിനാൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവെ, അവിടുത്തെ അവകാശത്തെ ചേർക്കുവാനായി കർത്താവത്തിലെ വെളിപ്പെടുവാൻ പോകുന്നല്ലോ. കർത്താവെ, കർത്താവിന്റെ പ്രത്യക്ഷത ഞങ്ങൾ എല്ലാവരും കർത്താവിനെതിരേൽപ്പ് യോഗ്യരായി തീരുവാൻ അവിടെ സഹായിക്കണമേ ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുന്നു. ലോക സംഭവങ്ങളെല്ലാം കർത്താവിന്റെ വരവേറ്റവും ആസന്നമായിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിളിച്ചറിയിക്കുന്നല്ലോ. കർത്താവെ, ഉണർത്തപ്പെട്ടവർ ഒരുക്കപ്പെട്ടവരായി കർത്താവിനെതിരേൽപ്പ് യോഗ്യരായി തീരുവാൻ വചനം കേട്ട എല്ലാവരും കർത്താവ് സഹായിക്കണമേ. അടുത്ത അകലെയായി വചനം കേട്ട ആരും തന്നെയും നിത്യനേഹത്തിൽ പോകാൻ ഇടയാത്തിരാതെ ദൈവരാത്തിന് അവകാശിയായി തീരുവാൻ കർത്താവിനോട് വാഴുവാൻ യോഗ്യരായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ പ്രാർത്ഥിക്കുന്നു. വചനം ഘോഷിപ്പാൻ ദാസന്മാരെ ശക്തി സ്തോത്രം. തുടർന്നുള്ള കൂടി അനുഗ്രഹിക്കണമേ. അവിടെ വരുന്ന ജനത്തെല്ലാം ഒരുക്കും നാമത്തെ എല്ലാവരും മഹത്വമാക്കണമേ. ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തു നാമത്തിൽ തന്നെ. God, a loving Father, we bless thee and thank thee, Lord, for commanding your presence in our midst tonight and blessing us in this meeting in abundance, O God. We praise you and thank you because all the signs that are happening around us reveal that the end of all things is at hand. Father dear, for giving us a glorious hope that we will be caught up along with the saints of God to meet our Jesus before the end comes. So we praise you and thank you. Help us, O God, to be sober-minded, watchful in our life, so that we will be able to prepare ourselves for that glorious day, O God. Thank you for the work of salvation in our midst tonight. Thank you for the work of healing, O God. Thank you for the work of deliverance, O God. Once again, we give all the glory and honor unto thee. Continue to guide us in your perfect will and prepare us all for that glorious day, O God. We give all the glory and honor unto thee. In Jesus' name we ask thee, Father. Amen. Now may the grace of the Lord, the love of God, and the sweet fellowship of the Holy Spirit may rest and abide with us until Jesus comes in glory. Amen. Hallelujah. Hallelujah. Those who would like to be prayed for,
any of your special need or reason, you can come forward as the songs are being sung here. ഏതെങ്കിലും പ്രത്യേകമായ ആവശ്യങ്ങൾ, കാരണങ്ങൾ നിമിത്തം പ്രാർത്ഥന ആവശ്യമുള്ളവർ ഇപ്പോൾ ഇവിടെ ഒരു പാട്ട് പാടുന്ന സമയത്ത് നിങ്ങൾ മുൻപോട്ട് വരാവുന്നതാണ്. All the pastors, please come forward to pray for the sick ones. പാസ്റ്റർമാർ ദയവായി രോഗികൾക്കായി പ്രാർത്ഥിക്കുവാനായി ഇറങ്ങി വരിക. ഇത് പ്രസാദകാലമേ, ഇത് തന്നെ രക്ഷയിനാൾ. ഇത് പ്രസാദകാലമേ, ഇത് തന്നെ രക്ഷയിനാൾ. അന്ത്യകാലമിതന്ത്യദൂതിക സമർപ്പിക്കുക നിന്നെയും. അന്ത്യകാലമിതന്ത്യദൂതിക സമർപ്പിക്കുക